തുടങ്ങി വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശേഷാൽ വന്യ കുര്യാക്കോസ് കൊറോപ്പിസ്കോപ്പ് അച്ഛൻ, എൻ്റെ വൈദിക സെമിനാരിയിൽ സഹപാഠികളായിരുന്ന ഷാജിൻ അച്ഛൻ, ജേക്കബ് അച്ഛൻ ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഗായിക സംഘം, ആത്മായ പ്രമുഖരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, അടുത്തും അകലെയുമായിരുന്ന് ഈ വചനത്തിൻ്റെ വലയത്തിലായിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മുന്നമേ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. 20ാമത്തെ ജ്ഞാനായ കൺവെൻഷൻ്റെ അവസാന രാത്രിയിൽ ജന്തുവർഗങ്ങളിൽ കാലാനുസൃതമായ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. പ്രപഞ്ചത്തിൽ തന്നെ ഋതുഭേദങ്ങൾക്കനുസരണമായി വ്യത്യാസങ്ങൾ രൂപപ്പെടുന്നു. എന്നാൽ നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യതിയാനങ്ങൾ സുവിശേഷത്തിൻ്റെ ആത്മാവിന് അനുകൂലമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ അടുക്ക് പ്രത്യേകമായി അവരെ പറഞ്ഞു കൊടുക്കുന്നൊരു വാക്കുണ്ട്. ലെൻറ്റ് എന്നുള്ളതാണ് നോമ്പിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഗ്രേറ്റ് ലെൻറ്റ്. ലെൻറ്റിൻ്റെ ആ വാക്കിൽ തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ L for leave, E for every, N for negative, and T for things. Leave every negative things or thoughts. That is Lent. അപ്പോൾ നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ, ശക്തീകരിക്കാൻ നോമ്പ് നമുക്ക് സഹായകരമായി തീരുന്നു. നോമ്പിൻ്റെ പ്രാർത്ഥന തന്നെ എത്ര ശ്രേഷ്ഠമാണ്. സാത്താനോട് എതിരിടാനുള്ള ഏറ്റവും പ്രധാനമായ ആയുധമാണ് നോമ്പ്. ദാനിയേൽ നോറ്റു എന്ന നോമ്പാൽ അവൻ സിംഹങ്ങളെ ജയിച്ചു. ഹാനനിയായും ഇടത്തുള്ള പൈതങ്ങളും തീച്ചൂളയുടെ ഭയങ്കര ശക്തിയെ കെടുത്തി. ഈശോബർണോൻ സൂര്യചന്ദ്രന്മാരെ ആകാശത്തിൽ നിർത്തി. ഹാനനിയായും ഇടത്തുള്ള പൈതങ്ങളും നോമ്പിൻ്റെ ഉഗ്രതയിൽ അഗ്നിഗോളങ്ങളെ അതിജീവിച്ചു. അങ്ങനെ എത്രയെത്ര വിശിഷ്ടമായ ചിന്തകളും പ്രാർത്ഥനകളുമാണ് പരിശുദ്ധ സഭ നോമ്പിൽ പങ്കുവയ്ക്കുക. ഡോക്ടർ ഗാരി കോളിൻസ് എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യൻ ഈ നോമ്പിലൂടെ നാം അനുഭവിച്ചറിയുന്ന യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, എബണ്ടന്റ് ലൈഫ് ഓൺ എർത്ത്, അത് യേശുക്രിസ്തുവിലൂടെ സാധ്യമാകുന്ന ഒന്നാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നു, ഇറ്റേണൽ ലൈഫ് ഇൻ ഹെവൻ, ഭൂമിയിൽ സമൃദ്ധമായ ജീവനും സ്വർഗത്തിൽ നിത്യമായ ജീവനും മനുഷ്യൻ കണ്ടെത്തുന്നത് നോമ്പിലൂടെയാണ്. അതുകൊണ്ട് അനുഗ്രഹീതമായ നോമ്പിൻ്റെ ദിനങ്ങൾ നമുക്ക് കൃപയിൽ വളരുവാൻ, ദൈവത്തിൻ്റെ ശക്തിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ച് പ്രാർത്ഥിച്ച് ഒരു ചെറിയ ചിന്താഭാഗത്തിലേക്ക് മാത്രം കടന്നു വരികയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷത്തിൻ്റെ 15ാമത്തെ അധ്യായം, അതിൻ്റെ 8ഉം 9ഉം വചനങ്ങളാണ് ഇന്ന് ആധാരമായ ചിന്തയ്ക്ക് വേർതിരിക്കുന്നത്. വേദഭാഗം ഇങ്ങനെയാണ്: അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രവ്മ ഉണ്ട് എന്നിരിക്കട്ടെ. ഒരു ദ്രവ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടു കിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രവ്മ കണ്ടു കിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച്
ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 3 മനോഹരമായ ലളിതമായ ഉപമകൾ നമുക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ ആദ്യ ഭാഗത്ത് 15-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം മുതൽ പരിശോധിക്കുമ്പോൾ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കർത്താവ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷ പന്തലുകളിൽ ഉത്തരോത്തരം പ്രഘോഷിക്കുന്ന അക്രൈസ്തവരുടെ ഇടയിൽ പോലും വളരെ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുന്ന ഒരു ഉപമയുണ്ട്. കാണാതെ പോയ ആടിൻ്റെ ഉപമയാണ്. മറ്റൊന്നുമല്ല, ഒരു മനുഷ്യന് 100 ആടുകളുണ്ടെന്നിരിക്കട്ടെ, അതിൽ 1 കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിക്കും. അവസാന ഭാഗം 7-ാമത്തെ വചനം. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് ഉള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതിനെ തുടർന്നാണ് ഇന്നത്തെ ആധാരവാക്യമായിരിക്കുന്ന 8-9 വചനങ്ങൾ നമ്മൾ വായിച്ചു കേട്ടത്. ഒരു ഉപമ കൂടി അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. അങ്ങനെ 3 ഉപമകളാണ് കർത്താവ് ഒരു സ്ട്രെച്ചിൽ തന്നെ കൈകാര്യം ചെയ്യുന്നത്. അത് നമുക്ക് വളരെ സുപരിചിതമാണ്. 15-ാമത്തെ അധ്യായത്തിൻ്റെ 11 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗത്ത് പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവർ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. അങ്ങനെ അവൻ്റെ പങ്ക് വാങ്ങിച്ച് ദൂരനാട്ടിലേക്ക് പോയി ഏറെ കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നു. അവസാന സുബോധം വന്ന മകൻ തിരിച്ചു വന്ന്, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല. എങ്കിലും നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ കൈക്കൊള്ളണമേ. ഈ 3 ഉപമകളും നമ്മൾ ചേർത്തെടുക്കുമ്പോൾ വളരെ പ്രത്യേകമായ 1-2 കാര്യങ്ങൾ അതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളോട് ഞാനൊരു ദിവസം അങ്ങനെ സൺഡേ സ്കൂളിൽ കടന്നു ചെന്നപ്പോൾ ചോദിച്ചു, മക്കളെ, ഈ ഇടയനും ആടുകളും തമ്മിലുള്ള ഒരു ഉപമ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവർ വേഗം പറഞ്ഞു, ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 4 മുതലുള്ള ഭാഗമാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളതൊക്കെ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം അവരോട് ആദ്യമായിട്ട് ചോദിച്ചു, മക്കളെ, ഈ ആടിനെ നഷ്ടപ്പെട്ടത് എവിടെ വെച്ചാണ്? ഭയങ്കര നിശബ്ദതയാണ്. കഥയൊക്കെ അവർക്കറിയാം. ഈ ഇടയന് ആടിനെ നഷ്ടപ്പെട്ടത് എവിടെ വെച്ചാണ്? രണ്ടാമത് ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ, അതിനകത്ത് തന്നെ 2ാമത് വരുന്നു, ഒരു സ്ത്രീക്ക് 10 വെള്ളി നാണയങ്ങളുണ്ടായിരുന്നു. അതിൽ 1 കാണാതെ പോയി. അതവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് എവിടെ വെച്ചാണ്? എവിടെയാണ് അവൾക്ക് കാണാതെ പോകുന്നത്? അപ്പോഴും നിശബ്ദതയാണ്. 3ാമത് ചോദിച്ചു, മക്കളെ, 3ാമതൊന്നും കൂടിയുണ്ട്. അപ്പന് 2 മക്കളും. ഈ ഉപമ നടക്കുന്നത് എവിടെയാണ്? ഏത് പശ്ചാത്തലത്തിലാണ് ഇത് നടക്കുന്നത്? അവർ പറഞ്ഞു, അത് വീട്ടിൽ വെച്ചാണ്. അങ്ങനെ ഒത്തിരി ഉത്തരങ്ങൾ മാറി മാറി വന്നു. അതിനുശേഷം ഒരു ഞായറാഴ്ച കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച വന്നപ്പോൾ അവരോട് ചോദിച്ചു, മക്കളെ, ഉത്തരം കിട്ടിയോ? അവർ പറഞ്ഞു, അച്ഛാ, ഉപമയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചേനെ. 1ാമത്തെ ഉപമ, കാണാതെ പോയ ആടിൻ്റെ ഉപമ. എവിടെയാണ് ആടിനെ നഷ്ടപ്പെട്ടത്? ഒറ്റ വാക്കേ അതിനുള്ളൂ, മരുഭൂമിയിലാണ്.
രണ്ടാമത്തെ ഉപമയിൽ 10 വെള്ളി നാണയങ്ങളിൽ 1 നഷ്ടപ്പെട്ടത് എവിടെ വെച്ചാണ്? അത് വീട്ടിൽ വെച്ചാണ്. എങ്ങനെ മനസ്സിലായി? അവൾ മുറി അടിച്ചു വാരി എന്ന് പറയുന്നിടത്ത് അവളുടെ പേഴ്സണൽ റൂം, അവൾ കൈകാര്യം ചെയ്യുന്ന മുറി, അവളുടെ സ്വന്തം വീട്, അവൾക്ക് സുപരിചിതമായ സാഹചര്യങ്ങൾ. മൂന്നാമത്തെ ഉപമയിൽ അപ്പന് മകനെ നഷ്ടപ്പെടുന്നത് എവിടെ വെച്ചാണ്? പലരും നമ്മളത് വായിച്ച് നമ്മൾ പറയും അത് വീട്ടിൽ വെച്ചല്ലേ ചാതിരിക്കും അല്ലേ? കുറെ കൂടി വിശാലമായ ഒരു തലത്തിലേക്ക് നമ്മളതിനെ കടന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് കേവലം ഒരു വീട്ടിൽ വെച്ചല്ല, അത് ഈ ലോകത്തിൽ വെച്ചാണ്. ഈ 3 കാര്യങ്ങൾ കൂടി നമ്മൾ അതിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥതലങ്ങൾ കുറെ കൂടി സ്പഷ്ടമായിട്ട് തീരുക. ഒന്ന്, ആടിനെ നഷ്ടപ്പെടുന്ന മരുഭൂമിയിൽ വെച്ചാണ്. ജീവിതത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ് മരുഭൂമി. വേദനകൾ, അസ്വസ്ഥതകൾ, ആവലാതികൾ, ആകുലതകൾ, ഉത്കണ്ഠകൾ, തകർച്ചകൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ ജീവിതത്തിൽ നമ്മെ മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് ആനയിക്കുമ്പോൾ നിനക്ക് നഷ്ടങ്ങളുടെ കണക്കുകൾ ഒരുപാട് പറയാനുണ്ടാകും. നിനക്ക് വേദനകളുടെ കണക്കുകൾ ഒരുപാട് പറയാനുണ്ടാകും. പരിത്യജിക്കപ്പെട്ടതിൻ്റെ നോവുകൾ പങ്കുവെക്കാനുണ്ടാകും. ജീവിതത്തെ ശൂന്യമാക്കി കളഞ്ഞതിനെ കുറിച്ച് പറയാനുണ്ടാകും. വിസ്തൃതിയേറിയ അർത്ഥതലങ്ങളെ കുറിച്ച് നിനക്ക് സംസാരിക്കാനുണ്ടാകും. അതുകൊണ്ട് ഉപമയിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകരുതെന്ന് ഈ ഉപമ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. രണ്ടാമത്, സ്ത്രീക്ക് ദ്രവ്യപണം നഷ്ടപ്പെട്ടത്, വെള്ളി നാണയം നഷ്ടപ്പെട്ടത് സ്വന്തം വീട്ടിൽ വെച്ച. ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടലുകൾ സംഭവിക്കുന്നത് നമ്മളുടെ വീടുകളിലാണ്. ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്ന എൻ്റെ നിങ്ങളുടെ വീടുകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടലുകൾ നാം അനുഭവിച്ചറിയുന്നത്. വാസ്തവമല്ലേ? മൂന്നാമത്, അപ്പന് മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ അപ്പന് മകനെയും മകൻ അപ്പനെയും നഷ്ടപ്പെടുന്നത് ഈ ലോകത്തിൽ വെച്ചല്ലേ? ആധുനിക ലോകത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു. അനുകൂലമായിരുന്ന ഘടകങ്ങളൊക്കെയും പ്രതികൂലങ്ങളായി മാറി. ഭാഷാ ശൈലികൾ പോലും മാറിപ്പോയി. അപ്പനെ അഭിസംബോധന ചെയ്യുന്ന പദങ്ങൾ പോലും മാറി. മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ മാറിപ്പോയി. അങ്ങനെ ബന്ധങ്ങളിൽ വിള്ളലുകളും വിടവുകളും രൂപപ്പെട്ടപ്പോൾ ഈ ഉപമ നടക്കുന്നത് ഞാനും നിങ്ങളും അധിവസിക്കുന്ന ലോകത്തിലാണെന്ന് തിരിച്ചറിയണമേ. ഹല്ലേലൂയ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ 3 ഉപമകളും ഇന്ന് രാത്രികാലം ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ 3നെയും കൂടി നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്താൽ, അരിച്ച് കുറുക്കിയെടുത്താൽ അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ ഒരു നല്ല പിതാവ് എനിക്കും നിനക്കുമായിട്ടുണ്ട്. ഹല്ലേലൂയ. ഏത് കഠിന ശോധനകളിലൂടെ കടന്നുപോയിക്കൊള്ളട്ടെ, അനർത്ഥങ്ങൾ നിന്നെ വട്ടമിട്ട് പറന്നുകൊള്ളട്ടെ, തകർച്ചകളിൽ നീ നാമാവശേഷമായി കൊള്ളട്ടെ, ചാരക്കൂമ്പാരമായി മാറട്ടെ, നിന്നെക്കുറിച്ച് മറ്റുള്ളവർ അപഹസിക്കട്ടെ, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഇരുളടഞ്ഞതായി മാറട്ടെ, പ്രത്യാശയുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടട്ടെ. വചനം പറയുന്നു, രാത്രികാലം ഓർക്കുക പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, സ്വർഗത്തിൽ നിനക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഒരു സ്വർഗത്തിലെ പിതാവുണ്ട്. അവൻ സ്നേഹവാനാണ്, കാരുണ്യവാനാണ്. നിന്നിലേക്ക് ഇറങ്ങി വന്ന് നിന്റെ ഹൃദയത്തെ പരിശോധിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഈ 3 ഉപമകളിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കണം. ഒന്നാമത്തെ ഉപമയിൽ നമ്മൾ പറഞ്ഞു 100 ആടുകൾ ഉണ്ടായിരുന്നു, 1 നഷ്ടപ്പെട്ടു. ആ ഇടയൻ 99 എനിക്കുണ്ടല്ലോ, 1 പോയുള്ളൂ എന്ന് കരുതി അന്വേഷിക്കാതിരുന്നില്ല. അവൻ ആ 99 സുരക്ഷിതമായി ഒരിടത്ത് പാർപ്പിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ 1 വേണ്ടി ഇറങ്ങി തിരിക്കുകയാ. വചനം നമ്മളോട് പറയുക, നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ചിറങ്ങുന്ന സ്വർഗത്തിലെ വിശ്വസ്തനായ ഒരു പിതാവ്
നിന്നോടുകൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവളെ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന പ്രത്യാശ എന്താണ്? സ്വർഗം നമുക്ക് നൽകുന്ന ആശ്വാസം എന്താണ്? നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നീ നട്ടം തിരിയുന്നിടത്ത്, നീ ആരും കാണാതെ തേങ്ങി തേങ്ങി കരയുന്നിടത്ത്, അനുഗ്രഹത്തിൻ്റെ ആശ്വാസത്തിൻ്റെ കരം കൊണ്ടുവന്ന് നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും നിന്നെ ആനയിക്കാൻ മനസ്സ് വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കവിൾത്തടത്തിൽ നിന്ന് കണ്ണുനീരിനെ തുടച്ചു മാറ്റുന്ന ആർദ്രചിത്തനായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. രണ്ടാമത്തെ ഉപമ കാണാതെ പോയ നാണയത്തെക്കുറിച്ചാണ്. നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കും. എന്നാൽ അതിലും ഒരു സത്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണ് സത്യം? നഷ്ടപ്പെട്ടത് നിന്റെ ജീവിതത്തിൽ എത്ര ചെറുതായിക്കൊള്ളട്ടെ, നഷ്ടപ്പെട്ടത് നിന്റെ ജീവിതത്തിൽ എത്ര വലുതായിക്കൊള്ളട്ടെ, ആ നഷ്ടപ്പെട്ടതിനെ നിനക്ക് മടക്കി തരുന്ന ഒരു അപ്പൻ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. എന്താണോ നിനക്ക് നഷ്ടപ്പെട്ടത് അത് നിനക്ക് മടക്കി തരാൻ, നിനക്ക് നഷ്ടപ്പെടുത്ത് തന്നെ നിനക്കതിനെ തിരിച്ചു തരാൻ കരുതലും കരുത്തുമുള്ള ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. മൂന്നാമത്തെ ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ, മുടിയനായ പുത്രൻ്റെ നമ്മൾ പറയും, ധൂർത്ത പുത്രൻ്റെ എന്ന് പിന്നെ ചിലർ പറയും. എന്നാൽ അതിനേക്കാൾ കൂടുതലായി സ്നേഹവാനായ ഒരു പിതാവിൻ്റെ ഉപമ എന്ന് പുതിയ വെർഷൻ അതിന് വന്നു തുടങ്ങി. എന്തുമായി കൊള്ളട്ടെ, ആ ഉപമയിലൂടെ കർത്താവ് പറയുന്നു, നഷ്ടപ്പെട്ടതാണെങ്കിലും അല്ല, നീ നഷ്ടപ്പെടുത്തിയതാണെങ്കിലും സകലവും മറന്ന് നിന്നെ സ്നേഹിക്കാൻ ഇരുകരവും നീട്ടി കാത്തിരിക്കുന്ന സ്വർഗത്തിൽ ഒരു അപ്പനുണ്ട്. ഹല്ലേലൂയ. നിന്റെ പ്രതിസന്ധി എന്തുമായി കൊള്ളട്ടെ, നിന്നെ മാറോട് ചേർക്കാൻ, നിന്റെ പാപങ്ങളെ ഓർക്കാതെ, നിന്റെ അപരാധങ്ങളെ മറന്ന് ആർദ്രതയോടെ ഹൃദയത്തോടെ ചേർത്ത് പിടിക്കാൻ മനസ്സുള്ളൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ഇനി നിങ്ങൾ ആ മൂന്ന് ഭാഗങ്ങളും ചിന്തിച്ച് നോക്കിയേ. കർത്താവ് ഈ ഉപമ പറഞ്ഞ് എന്തിനാണ്? ഈ കാര്യങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനാ. ഒന്ന്, ജീവിതത്തിൽ മരുഭൂമിയുടെ അനുഭവമുണ്ട്. രണ്ട്, നഷ്ടപ്പെടലുകളുടെ ആക്കം കൂടുന്നത് നിന്റെ ഭവനത്തിൻ്റെ ഉള്ളിലാണ്, നിന്റെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിലാണ്, നീ ജീവിക്കുന്ന ചുറ്റുപാടുകളിലാണ്, നീ ആയിരിക്കുന്ന സഭയിലാണ്, നീ ആയിരിക്കുന്ന സമൂഹത്തിലാണ്, നീ ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ മേഖലകളിലാണ്. മൂന്ന്, ഈ ലോകത്തിലേറെ നഷ്ടപ്പെടലുകളുണ്ട്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നഷ്ടങ്ങളുടെ മുമ്പിൽ തകർന്നു പോകാനല്ല ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. നഷ്ടങ്ങളെ ഓർത്ത് കരയാനല്ല ദൈവം എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്നത്. മറിച്ച് കഷ്ടങ്ങളുടെ നടുവിലും നഷ്ടങ്ങളുടെ മധ്യത്തിലും സ്വർഗത്തിലെ ദൈവത്തെ സ്തോത്രം ചെയ്ത് കരുത്തോടെ കരുതലോടെ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹകരമായി തീരുന്നത്. ഹല്ലേലൂയ. ഒന്നാമത്തെ ഉപമയിൽ അച്ഛൻ പറഞ്ഞു, 100 ആടുണ്ടായിരുന്നിട്ട് ഒന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ അത് പോയിക്കൊള്ളട്ടെ, 99 എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് നനയ്ക്കാതെ ഇറങ്ങിപ്പോന്നവൻ അതൊരു ആദായ സൂത്രമായിട്ടല്ല കണ്ടത്, അതൊരു ബിസിനസ് മൈൻഡിലല്ല അവൻ കണ്ടത്. അവൻ്റെ ഹൃദയത്തിലെ വികാര വിക്ഷോഭങ്ങളുടെ ഒരു വായ്പിലാണ് അതിനെ കാണുന്നത്. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആഴമായി അറിയാവുന്നവൻ, നഷ്ടപ്പെട്ടതിൻ്റെ നോവറിയാവുന്നവൻ, നഷ്ടപ്പെട്ടലിൻ്റെ പിടപ്പുകൾ അറിയാവുന്നവൻ, അവൻ്റെ പിടച്ചിലുകൾ അറിയാവുന്നവൻ, അവൻ്റെ നൊമ്പരങ്ങളെ നേരിട്ടറിയുന്നവൻ, അതിനെ തേടി അതായിരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്ന് അകപ്പെട്ട് കിടന്ന അനർത്ഥങ്ങളിൽ നിന്ന് അവൻ്റെ വാരിയെടുത്ത് അവൻ്റെ തോളിലേക്ക് ചേർത്ത് ഒരു ചുടുചുംബനം കൊടുത്ത് തിരികെ അവനെ ആലയിലേക്ക് കൊണ്ടുപോകുന്ന ഇടയൻ. ഹല്ലേലൂയ. 10 വെള്ളി നാണയങ്ങൾ കൊടുത്തിട്ട് 1 പോയിക്കൊള്ളട്ടെ, 9 എൻ്റെ കൈവശമുണ്ടല്ലോ എന്ന് നനച്ചിരിക്കാതെ ഒരു സ്ത്രീ, അവൾ സടകുടഞ്ഞെഴുന്നേറ്റു, എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് അന്വേഷിച്ചു. അവൾ ജീവിതത്തിൽ പരിഭ്രമിച്ചു. അന്ന് വരെയും അവൾക്കുണ്ടാകാതെ ഇരുന്നൊരു വലിയ സംഭ്രമം അവൾക്കുണ്ടായി. അത് കണ്ടെത്തുന്നതുവരെയും
അവൾ അസ്വസ്ഥയായിരുന്നു. ഹല്ലേലൂയ. മൂന്നാമത്തെ ഉപമയിൽ 2 മക്കളുണ്ടായിരുന്നു ഒരപ്പൻ. ഒന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒന്ന് എൻ്റെ കൂടെ ഉണ്ടല്ലോ, അവൻ എന്തെങ്കിലും മടങ്ങി വരട്ടെ എന്ന് നനച്ചിരിക്കാതെ നഷ്ടപ്പെട്ട മകനെ ഓർത്ത് അപ്പൻ ഇറയത്ത് ഉമ്മറപ്പടയിൽ കണ്ണകലങ്ങളിലേക്ക് പായിച്ച് കാത്തിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഞാൻ അവനെ അന്വേഷിച്ചിറങ്ങുമ്പോഴാണ് അവൻ വേദനപ്പെട്ട മനസ്സുമായി തേങ്ങിക്കരയുന്ന ഹൃദയവുമായി കടന്നു വരുന്നതെങ്കിൽ എനിക്ക് എൻ്റെ മകനെ കാണാനായിട്ട് സാധിക്കാതെ പോകും. അതുകൊണ്ട് അവൻ ഒരു നാൾ തിരിച്ചു വരുമ്പോൾ ആ ദിവസം എന്നായാലും ഞാൻ എൻ്റെ ഉമ്മറപ്പടിയിലിരുന്ന് എൻ്റെ മകനെ കാണും. ഓടിച്ചെന്ന് ഞാൻ അവനെ എൻ്റെ മാറോട് ചേർത്ത് ആശ്ലേഷിക്കുമെന്ന് ഉറച്ച ഒരപ്പൻ. തിരിച്ചു പോകൂ. 3 ഉപമയിൽ വെളിപ്പെടുന്ന ഒന്ന്, നിന്നെ കരുതുന്ന സ്വർഗത്തിലൊരു നല്ല പിതാവ് നിനക്കുണ്ട് നിശ്ചയം. ഹല്ലേലൂയ. 8-9 വചനങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ നമ്മൾ ചേർത്ത് വെക്കുക. സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 8-9 വചനം അച്ഛൻ ആമുഖമായിട്ട് അത് വായിച്ചതാണ്. ഈ 3 സ്ഥലത്തും നഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് തന്നെ ദൈവം മടക്കി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, മരുഭൂമിയിൽ നഷ്ടപ്പെട്ടത് മരുഭൂമിയിൽ വെച്ച് തന്നെ തിരികെ കൊടുക്കുന്നു. ആ ഉപമയുടെ അവസാനം പറയുന്നു, തോളിലെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. കിട്ടിയത് മരുഭൂമിയിൽ നിന്ന്, നഷ്ടപ്പെട്ടത് മരുഭൂമിയിൽ വെച്ച്. ഹല്ലേലൂയ. വീട്ടിൽ വെച്ച് നഷ്ടപ്പെട്ട നാണയം വീട്ടിൽ നിന്ന് തന്നെ തിരിച്ചെടുക്കുക. എവിടെയാണോ നിനക്ക് നഷ്ടപ്പെട്ടത് അവിടെ വെച്ച് നിനക്ക് തിരികെ തരാൻ മനസ്സുള്ളൊരു ദൈവമുണ്ട്. ഇതാ ലോകത്തിലാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ ഈ ലോകത്ത് നിജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ നിനക്ക് തിരികെ തരാൻ സ്വർഗത്തിന് ആഗ്രഹമുണ്ട്, സന്നദ്ധതയുണ്ട്. ഹല്ലേലൂയ. ഈ 3 ഉപമകൾ വായിച്ചപ്പോൾ നമുക്കൊന്ന് തോന്നിയില്ലേ? അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇത്രമാത്രം സന്തോഷിക്കാൻ എന്താ ഉള്ളത്? 100 ആടുണ്ടായിരുന്നവന് ഒരാട് നഷ്ടപ്പെട്ട് അതിനെ തിരികെ കിട്ടുമ്പോൾ എന്താ ഇത്രമാത്രം സന്തോഷിക്കാൻ? 99 കുറിച്ചുള്ള സന്തോഷമല്ല, നഷ്ടപ്പെട്ട ഒന്നിനെ കുറിച്ചുള്ളത് വ്യക്തമാണ് അവിടെ. എന്നിട്ട് കർത്താവ് പറയുക വചനത്തിൽ, അതെ, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിലധികം സന്തോഷമുണ്ടാകും. എന്താ ഇത്രയും സന്തോഷം? 2-ാമത്തെ ഉപമയിലും പറഞ്ഞു, നഷ്ടപ്പെട്ട നാണയം തിരിച്ചു കിട്ടിയപ്പോൾ അവൾ ഓടിച്ചെന്ന അയൽക്കാരിയത്തികളോട് പറഞ്ഞു, ഇതാ നഷ്ടപ്പെട്ട നാണയം തിരികെ കിട്ടി, നമുക്ക് ഒരുമിച്ചിരുന്ന് സന്തോഷിക്കാം, ആർത്തു വിളിക്കാം. എന്താ ഇത്രമാത്രം സന്തോഷിക്കാൻ? നഷ്ടപ്പെട്ട മകൻ തിരികെ വന്നപ്പോൾ അപ്പനും പറഞ്ഞു, ഇതൊരാഘോഷമാക്കി മാറ്റണം, ഇതൊരു ചരിത്ര സംഭവമായി മാറണം, നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു അനുഗ്രഹമായി മാറണം, ഇതൊരു അടയാളമായി മാറണം, ഇതൊരാഘോഷമായി മാറണം. എന്താ ഇത്രമാത്രം സന്തോഷിക്കാൻ? ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതിനെന്താണെന്നറിയാമോ? നീ അത്രമാത്രം നഷ്ടപ്പെട്ടപ്പോ നിന്റെ ഉള്ളു പിടഞ്ഞിരുന്നു. 3 സ്ഥലത്ത് അത് തന്നെയാ. നഷ്ടപ്പെട്ടപ്പോൾ നിന്റെ ചങ്ക് പിടഞ്ഞിരുന്നു. അത്രമാത്രം നീ ഖിന്നനായിരുന്നു, അത്രമാത്രം നീ വേദനയിലായിരുന്നു, അത്രമാത്രം നീ തകർച്ചയിലായിരുന്നു. എന്നാൽ ഇത്രമാത്രം നിനക്ക് സന്തോഷിക്കാൻ ഇതാ നഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെട്ടെടുത്ത് വെച്ച് തന്നെ സ്വർഗം തിരികെ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 8-9 വചനങ്ങൾ വായിക്കുമ്പോൾ, ഒരു സ്ത്രീക്ക് 10 ദ്രവ്യപണം ഉണ്ടായിരുന്നു. ദ്രവ്യപണം എന്നുള്ളതിനെ വെള്ളി നാണയങ്ങൾ എന്ന് നമുക്ക് ചിന്തിക്കാം. 10 വെള്ളി നാണയങ്ങൾ ഉണ്ടായിരുന്നു അവൾക്കത് എവിടെ നിന്ന് കിട്ടി? അവൾ എന്തിനത് സൂക്ഷിച്ചു വെച്ചു? എന്തുകൊണ്ട് അവൾക്കത് നഷ്ടപ്പെട്ടു? എന്തിനവൾ ഭയവിഹ്വലയായി തീർന്നത്? എന്തായിരുന്നു അവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി? നമ്മൾ ഇന്ന് ആ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് ഈ 3 ഉപമകളും പറയുന്നത് യഹൂദ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണെന്ന് അച്ഛൻ ആമുഖമായിട്ട് പറഞ്ഞത് ഓർക്കണം. യഹൂദ പാരമ്പര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക്
അവളെ വിവാഹം കഴിക്കാനുള്ള വരൻ, അതായത് പ്രതിസുത വരൻ അവൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ് ഈ 10 വെള്ളി നാണയം എന്ന് പറയുന്നത്, 10 ദ്രവ്യപണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്താ അത്ര വിശേഷത? അതിനിത്രമാത്രം പ്രത്യേകതയുള്ളത് എന്താ? അതൊരു സമ്മാനമല്ലേ? അതിനേക്കാൾ കവിഞ്ഞ് അതിനെന്താണ് പ്രത്യേകത ഉള്ളത്? യഹൂദ പാരമ്പര്യമനുസരിച്ച് യഹൂദ പശ്ചാത്തലത്തിൽ 6 മാസം മുതൽ 2 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ദൈർഘ്യമേറിയ നടപടിക്രമമാണ് എല്ലാ വിവാഹങ്ങൾക്കുമുള്ളത്. ഏറ്റവും കുറഞ്ഞത് 6 മാസം വേണം, ഏറ്റവും കൂടിയാൽ 2 വർഷം വരെ വിവാഹത്തിനായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ആദ്യ കാലം മുതൽ ഇപ്പോഴും ചില ക്രമീകരണങ്ങളുണ്ട്, പ്രത്യേകിച്ച് അറേഞ്ച്ഡ് മാരേജസ് വരുമ്പോൾ. പെണ്ണ് കാണാൻ പോവുക, ചെറുക്കനെ കാണുക, വീട്ടുകാർ ഒരുമിച്ചിരിക്കുക, കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കുക, എന്തെല്ലാം ക്രമീകരണങ്ങളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ആധുനിക കാലത്ത് പിള്ളേർക്ക് കല്യാണം കഴിക്കാൻ പോലും സമയമില്ലാണ്ടായിരിക്കുക. ഇപ്പം എല്ലാവർക്കും തിരക്കായി. എത്ര വയസ്സായി? 42 വയസ്സായി. കല്യാണമൊന്നും കഴിക്കണില്ലേ? അത് പിന്നെ മതിയാച്ചോ? വലിയ വലിയ IT സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കൾ, അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതം സംബന്ധിച്ചൊക്കെ പുതിയ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. നീ വിവാഹം ചെയ്തില്ലെങ്കിലും, നീ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നുപോയി ബന്ധനസ്ഥരായില്ലെങ്കിലും നിനക്ക് ഈ ജീവിതത്തിൻ്റെ സന്തോഷം സമാധാനമൊക്കെ തരാമെന്ന് വാഗ്ദത്തം ചെയ്യുന്ന ചില ആധുനിക ജീവിത സമവാക്യങ്ങൾ ഇന്ന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. 2 വർഷം 3 വർഷം മുമ്പൊക്കെ പ്രസംഗിക്കുമ്പോൾ സുവിശേഷ പന്തലുകളിൽ പറയും അത് ഡൽഹി, ബാംഗ്ലൂർ, ഹൈദരാബാദ് മുതലായ മെട്രോപൊളിറ്റൻ സിറ്റികളിലാണെന്നാണ്. ഇന്ന് എല്ലാവരും പറഞ്ഞു അതിനേക്കാൾ കൂടുതൽ കാര്യം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളെ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് കൊച്ചി, തൃശ്ശൂർ, കോട്ടയം, ഈ ജില്ലകളെ കേന്ദ്രീകരിച്ച് ഇന്ന് നടന്നു വരികയാണ്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. യഹൂദ പാരമ്പര്യമനുസരിച്ച് ആദ്യപടിയായി തൻ്റെ യജമാനനെ തക്ക ഒരു തുണയെ തേടി ഭൃത്യനാണ് ഇറങ്ങിപ്പോവുക, അവൻ്റെ മാതാപിതാക്കളല്ല. വിവാഹപ്രായമായ യഹൂദ പുരുഷൻ്റെ ഭൃത്യൻ, അവൻ്റെ സ്വഭാവ സവിശേഷങ്ങളെല്ലാം അറിയാവുന്ന ഭൃത്യൻ, അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഈ ഭൃത്യൻ, അവൻ ഈ യജമാനന് അനുയോജ്യമായ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെടുകയാണ്. അവൻ ഗ്രാമങ്ങൾ തോറും പട്ടണങ്ങൾ തോറും ഊരുകൾ തോറും സഞ്ചരിച്ച് എൻ്റെ യജമാനന് തക്കതായൊരു തുണയെ ആ സ്വഭാവത്തോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടിയാൽ ഉടനെ അവൻ യജമാനൻ്റെ അടുക്കൽ മടങ്ങി വന്നിട്ട് പറയും, യജമാനനെ കണ്ടെത്തിയിരിക്കുന്നു, ഇതാ ഇന്ന സ്ഥലത്ത് ഇന്നാരുടെയും മകൾ അങ്ങേക്ക് അനുയോജ്യയാണെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ ആദ്യം വന്ന് പറയുന്നത് ഭൃത്യനാണ്. ഈ ഭൃത്യൻ വന്ന് പറയുമ്പോൾ യജമാനൻ, യഹൂദ പുരുഷൻ അവരോട് കാര്യങ്ങൾ തിരക്കും. എങ്ങനെയാണ് അവരുടെ സ്ഥിതി, എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ. ഭൃത്യനിൽ നിന്ന് കേൾക്കുന്നത് സമ്മതമാണെങ്കിൽ ഭൃത്യനോട് ഒരുമിച്ച് ഈ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന യഹൂദ പുരുഷൻ ഇറങ്ങി പുറപ്പെടുകയാണ്. എവിടെയാണോ ആ പെൺകുട്ടിയെ കണ്ടത് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലും. ഭൃത്യൻ ചെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് പറയും, ഇതാ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്നാരുടെയും മകൻ ഇതാ നിന്റെ മകളെ വേളി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, വിവാഹം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളുമായി സംസാരിക്കാനായിട്ട് അവൻ കടന്നു വന്നിരിക്കുകയാണ്. അതിനോട് സമ്മതമാണെങ്കിൽ വീട്ടിലോട്ട് കടന്ന് ഈ ഭൃത്യനും യജമാനനും യഹൂദ പുരുഷനും ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന് അവർ സംസാരിക്കാനായിട്ട് തുടങ്ങും. എന്നാൽ ഇതിന് പോരുന്നതിന് മുമ്പ് ഈ ഭൃത്യൻ പോലും കാണാതെ ഈ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന യഹൂദ പുരുഷൻ അവൻ്റെ പുറംകുപ്പായം, ചിത്രപ്പണിയുള്ള ഒരു പുറംകുപ്പായം എടുത്ത് അണിയും. ആ പുറംകുപ്പായത്തിന് 2 വലിയ പോക്കറ്റുകളുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇടതുവശത്തും വലതുവശത്തും ഓരോ വലിയ പോക്കറ്റുകളുണ്ട് ഈ അങ്കിക്ക്. എന്തിനാണെന്നറിയാമോ? വലതുവശത്തെ ഈ പോക്കറ്റിൽ ഏറ്റവും ലഹരിയുള്ള
ഒരു കുപ്പി വീഞ്ഞ് അവൻ ആ പോക്കറ്റിലെടുത്ത് വെച്ചിട്ടുണ്ടാവും. ഭൃത്യൻ പോലും അത് കണ്ടിട്ടുണ്ടാവില്ല. ഇടതുവശത്തെ ആ മേൽക്കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ 10 വെള്ളി നാണയങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി, ആദ്യത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതിനെ പോളിഷ് ചെയ്ത് ഏറ്റവും നല്ല നിറത്തിൽ അതിൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചു വയ്ക്കും. ആ 10 വെള്ളി നാണയങ്ങൾ മനോഹരമായ ചിത്രത്തൈലുള്ള ഒരു ശീലയിൽ പൊതിഞ്ഞ് വർണ്ണമുള്ള നൂലുകൊണ്ട് കെട്ടി അതിനെ ഇടത്തെ പോക്കറ്റിൽ സുരക്ഷിതമായിട്ട് വെക്കും. എന്നിട്ടാണ് ഈ ഭൃത്യൻ്റെ കൂടെ പെൺകുട്ടിയെ കാണാനായിട്ട് ഇറങ്ങി വരുന്നത്. എന്തിനാണെന്നറിയാമോ? പെൺകുട്ടിയുടെ അടുക്ക വന്ന് അവരോട് സംസാരിക്കും, മാതാപിതാക്കളോട് സംസാരിക്കും. അപ്പോൾ മാതാപിതാക്കൾ പറയും, ഇപ്പോഴത്തെ നമ്മുടെ ക്രമീകരണം പോലെ തന്നെ നിനക്ക് ഈ പെൺകുട്ടിയോട്, എൻ്റെ മകളോട് സംസാരിക്കണ്ടേ? അങ്ങനെ സംസാരിക്കാൻ അനുവാദം കിട്ടുമ്പോൾ ഈ പ്രതിസുത വരനും വധുവും ഒരു മുറിയിലേക്ക് മാറി നിന്ന് സംസാരിക്കും. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ച് പറയും, ഏറ്റവും ചുരുക്കി കാര്യങ്ങളൊക്കെ പറയും. ഈ ഭൃത്യന്റെ വാക്കുകൾ അനുസരിച്ച് ഈ സംസാരത്തിന്റെ പശ്ചാത്തലത്തിൽ തനിക്ക് അനുയോജ്യയാണ് ഈ പെൺകുട്ടി എന്ന് യഹൂദ പുരുഷന് ബോധ്യമായാൽ അവൻ ആദ്യം എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ്റെ പുറം കുപ്പായത്തിൻ്റെ വലത് പോക്കറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന വീഞ്ഞു കുപ്പി എടുക്കും. ഞാൻ വീഞ്ഞു കുപ്പി എന്ന് പറയുമ്പോൾ ഇവിടെ ചിലർക്കൊക്കെ വളരെ സന്തോഷമുണ്ട്, അതിലങ്ങനെ ഇരിക്കട്ടെ. ആ വീഞ്ഞു കുപ്പി എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ കപ്പിലേക്ക് കുറച്ച് പകർത്തിയെടുത്ത് ഈ യഹൂദ പുരുഷൻ ഈ പെൺകുട്ടിയുടെ നേർക്ക് നീട്ടും. നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിലാണെങ്കിലും പെട്ടെന്ന് മേടിച്ച് നമ്മൾ കുടിക്കും. കാരണം നമുക്കതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. കൊടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണെങ്കിലും മേടിക്കുക എന്നുള്ളതൊക്കെ ആധുനിക കാലത്ത് നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ വിവേകശാലിയായ ഒരു പെൺകുട്ടിയാണ് അവളെങ്കിൽ അവൾ ഒന്നുകൂടി ആലോചിക്കും. ഈ പ്രതിസുത വരൻ, ഈ പുരുഷൻ, യഹൂദ പുരുഷൻ നീട്ടിവെച്ചിരിക്കുന്ന കപ്പിലേക്ക് നോക്കി അവൾ പെട്ടെന്ന് കമ്പ്യൂട്ടർ വേഗത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കും. എന്താണെന്നറിയാമോ? ഇത്രയും നേരം ഞാൻ സംസാരിച്ചതിൽ നിന്ന് ഇവൻ്റെ വ്യക്തിത്വം എന്താണ്? ഇത്രയും നേരം എന്നോട് ഇടപെട്ടതിൽ നിന്ന് എനിക്ക് കൊള്ളാവുന്നവനാണോ ഇവൻ? അതിന് ലോകത്തുള്ള പ്രശ്നം ഇതാ. ഇങ്ങനെയൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇനി സാധിച്ചാൽ പോലും വേറൊരു പൊയ്മുഖം കണ്ട് വിശ്വസിച്ചിറങ്ങി പോകുന്നതാണ്. ഇപ്പോൾ ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളൊരു കാര്യമാണ്, ഒരു പെൺകുട്ടി മറ്റൊരുത്തരുമായിട്ട് പ്രണയബന്ധത്തിലായി, അവർ ഒരുമിച്ച് കൂടാനായിട്ട് ആഗ്രഹിച്ച് കുറേ നാളുകളോളം ചീറ്റ് ചെയ്ത് അവസാനം ഒരുമിച്ച് കാണാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന സന്ദർഭങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടില്ലേ? പ്രായമുള്ള ആളുകൾ, ഈ അടുത്ത പ്രാവശ്യത്ത് പത്രങ്ങളിൽ വായിച്ചതാണ്, 75 വയസ്സിന് മേലുള്ള ഒരു മനുഷ്യൻ, ഒരു കൊച്ചിയിറക്കൻ്റെ ഫോട്ടോ, ഒരു നല്ല യുവാവിൻ്റെ ഫോട്ടോ അവൻ്റെ പ്രൊഫൈലായിട്ടിട്ട് ഒരു പ്രണയബന്ധത്തിലേക്ക് കടന്നു വന്നൊരു പെൺകുട്ടിയെ വശീകരിച്ച് അവൾ ഈ ചെറുക്കനെ കാണാനായിട്ട് അന്വേഷിച്ച് വന്നപ്പോൾ 75 വയസ്സിന് മേൽ പ്രായമുള്ള വൃദ്ധനായ ഒരു മനുഷ്യനാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഇട്ടിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഭാഗം മാറ്റുക. ആധുനികതയുടെ പരമാർത്ഥം അതാണ്. ഇവിടെ ഈ പെൺകുട്ടി വിവേകശാലിയാണെങ്കിൽ ഈ നീട്ടുന്ന മനുഷ്യൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കി അവൻ്റെ ഹൃദയത്തെ ഒന്ന് വായിച്ചെടുക്കും. ഏതാണ്ടൊക്കെ ഒറ്റ പോകുമെന്ന് അവൾക്ക് മനസ്സിലായാൽ, വലിയ കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ, അവൾക്ക് മനസ്സിൽ ഇഷ്ടം തോന്നിയാൽ മാത്രം അവൾ കൈനീട്ടി ആ കപ്പ് വാങ്ങിച്ച് വീണ്ടും കുറച്ച് സമയം കൂടി ചെലവഴിക്കും. കുടിക്കാനായിട്ട് കുറച്ചുകൂടെ സമയം എടുക്കും. എന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി വീണ്ടും അവൻ എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കും, ഇവൾ സംസാരിക്കും. രണ്ടാം വട്ടവും ഈ സംസാരത്തിലൂടെ ഒരു ധാരണയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടെ ഈ പെൺകുട്ടി ഈ കപ്പിൽ നിന്ന് കുടിക്കാനായിട്ട് തുടങ്ങും. അതിൻ്റെ അർത്ഥം, ഇത് കൊടുത്ത പുരുഷൻ അവൻ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് നീട്ടിയത്. ഇത് വാങ്ങി കുടിച്ച പെൺകുട്ടി ഈ പുരുഷനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അത് വാങ്ങി കുടിച്ചത്. ഏതാണ്ട് ധാരണയിലായി വിവാഹ നിശ്ചയത്തിലേക്ക് കടന്നു വരിക. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇങ്ങനെ ഇതൊക്കെ വളരെ ഈ ബന്ധം ചേർത്ത് വെച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ സംസാരിക്കും. മൂന്നാം വട്ടം
ആ സംസാരത്തിൽ ഉറപ്പിക്കും. എന്നിട്ട് തൻ്റെ ഇടത്തെ പോക്കറ്റിൽ കരുതിയിരിക്കുന്ന 10 വെള്ളി നാണയങ്ങളുടെ സഞ്ചി, ചിത്രത്തൈലുള്ള ആ മനോഹരമായ സഞ്ചി അവനെടുത്ത് അവളുടെ കൈകളിലേക്ക് നീട്ടും. വിവേകമതിയായ പെൺകുട്ടിയാണെങ്കിൽ പെട്ടെന്നത് വാങ്ങില്ല. യഹൂദ പുരുഷൻ വീണ്ടും അതിൻ്റെ കെട്ടഴിച്ച് അതിൽ നിന്ന് 10 വെള്ളി നാണയങ്ങൾ എടുത്ത് അവളുടെ കൈകളിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കും. 1, 2, 3 എണ്ണി 10ാമത്തെയും അവളുടെ കൈകളിൽ കൊടുക്കും. എണ്ണി തിട്ടപ്പെടുത്തി അത് വാങ്ങിക്കഴിയുമ്പോൾ അവളുടെ ചെവിയിലേക്ക് പറയും, പ്രിയപ്പെട്ടവളെ, ഒരു നാൾ ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. അതുവരെ ഇതിൽ നിന്ന് ഒരു വെള്ളി നാണയം പോലും നഷ്ടപ്പെടരുത്. ഹല്ലേലൂയ. അന്ന് മുതൽ അവൾ തൻ്റെ ഭാവി പുരുഷന്റെ ഹൃദയത്തിൽ ധ്യാനിച്ച് അവനെ മാത്രം മനസ്സിൽ പ്രതിഷ്ഠിച്ച് അവന് വേണ്ടി കാത്തിരിക്കാനായിട്ട് തുടങ്ങും. ഇനി അവളുടെ സ്വപ്നങ്ങളിൽ പല മുഖങ്ങളില്ല. അവൻ്റെ സ്വപ്നങ്ങളിൽ ഇനി പല മുഖങ്ങളില്ല. ഒരേ ഒരു മുഖം, അത് പ്രാണപ്രിയൻ്റെയും തൻ്റെ പ്രിയതമയുടെയും. അവർ പരസ്പരം ഈ മുഖങ്ങളെ ഹൃദയത്തിൽ അങ്ങോട്ട് കോറിയിടും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇത് കഴിഞ്ഞിട്ട് ഈ വരൻ തിരികെ പോവും. പ്രതിശുദ്ധ വരൻ തിരികെ ചെന്ന് തൻ്റെ പ്രിയതമയെ ചേർത്ത് കൊണ്ടുപോകാൻ ഏറ്റവും മനോഹരമായ ഒരു സൗധം പണിയും, ഒരു വീട് പണിയും. ആ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ അവൻ കൊടുത്ത വാക്ക് പാലിച്ച് അവൻ ഒരു നാൾ കടന്നു വന്ന് ഇവരുടെ എല്ലാവരുടെയും അനുവാദത്തോടെ തൻ്റെ പ്രിയതമയുടെ കരം പിടിച്ച് ആ മണിമാളികയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടുന്നത്, ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഓർക്കുന്നുണ്ടോ പാട്ട്? ഇതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദർഭം. എൻ്റെ ഉള്ളിലേക്ക് എൻ്റെ പ്രിയതമൻ കടന്നു വരുന്ന ഏറ്റവും സന്തോഷകരമായ നിമിഷം. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ അവനെ ഏറ്റെടുക്കുന്നു. അവൻ എൻ്റെ കരം പിടിച്ച് മാറോട് ചേർക്കുമെന്നെ. അതിനായിട്ട് കാത്തിരിക്കുന്ന പ്രിയതമ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, യഹൂദ പാരമ്പര്യത്തിൽ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞെന്തിനാണെന്നറിയാമോ? ഈ ജാഗ്രതയോടുകൂടിയുള്ള കാത്തിരിപ്പിനെ കുറിച്ച് പറയാനാണ്. വരൻ്റെ ഹൃദയത്തിൽ പ്രതിശുദ്ധ വധുവിൻ്റെ മുഖം മാത്രം, പ്രതിശുദ്ധ വധുവിൻ്റെ ഹൃദയത്തിൽ പ്രതിശുദ്ധ വരൻ്റെ മുഖം മാത്രം. ജാഗ്രതയോടെ കാത്തിരുന്ന് വിവാഹത്തിനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന 2 ഹൃദയങ്ങൾ ആ വിവാഹത്തിൽ ഒന്നായി ചേരുമ്പോൾ ആ ജീവിതം ധന്യമാവുകയാണ്. ഹല്ലേലൂയ. ആധുനികയുടെ കാലത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ വിവാഹമോചനത്തിൻ്റെ ക്യാപിറ്റലായി ഈ കൊച്ചി കേരളം എങ്ങനെ മാറ്റപ്പെട്ടു പ്രിയപ്പെട്ടവരെ? കൊച്ചിയിലെ കുടുംബ കോടതിയിൽ ഏതാണ്ട് 48,000 വരുന്ന വിവാഹമോചന കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. ഇതുവരെയും ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. വിവാഹ ജീവിതം കഴിഞ്ഞ് ഒരു ദിവസം മുതൽ അങ്ങോട്ട് എത്ര ദിവസം വരെ പഴക്കമുള്ളവരും ഈ കോടതിയുടെ വരാന്തയിലൂടെ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുക. താൻ കരം പിടിച്ച് ഹൃദയത്തിൽ പതിപ്പിച്ച മുഖം കാണുമ്പോൾ കോടതി വരാന്തയിൽ നിന്ന് വഴിമാറി പോകുന്നവരായി ജീവിത പങ്കാളികൾ മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്തു പറ്റി കേരളത്തിന്? എന്തു പറ്റി കുടുംബങ്ങൾക്ക്? എന്തു പറ്റി നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക്? എന്തു പറ്റി എനിക്കും നിങ്ങൾക്കും? കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ചോദ്യങ്ങൾ ചുരുങ്ങി ചുരുങ്ങി എന്നിലേക്ക് വന്ന് നിന്നിലേക്ക് വന്ന് ഉത്തരം കിട്ടാതെ ഒരു സമസ്യയായി, ഒരു പ്രഹേളികയായി അവശേഷിക്കുമ്പോൾ മരുഭൂമിയുടെ അനുഭവം യാഥാർത്ഥ്യമാവുകയാണ്. വീട്ടിൻ്റെ ഉള്ളിലെ ഫർണസുകൾ ആളിക്കത്തുകയാണ്, തീച്ചൂളകൾ ആളിക്കത്തുകയാണ്. ഈ ലോകം മുഴുവൻ എനിക്ക് വെറുക്കപ്പെട്ടതായി തീരുകയാണ്. നഷ്ടപ്പെടലുകളുടെ കണക്കുകളിലേക്ക്
ഞാൻ നിമഗ്നനായി മാറുകയാ, മുങ്ങിപ്പോവുകയാ. പിന്നെയുള്ള ഏക പോംവഴി സാധാരണ രീതിയിൽ ആളുകൾ ചിന്തിക്കുന്നത് അങ്ങോട്ട് ചത്ത് കളഞ്ഞേക്കാം, ആത്മഹത്യയാണ്. ഇന്ന് ദേശീയ ശരാശരിയേക്കാൾ 10 മടങ്ങ് കൂടുതലാണ് കേരളത്തിലെ ആത്മഹത്യയുടെ നിരക്കെന്ന് മറന്നു പോകരുത്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരാം. അച്ഛനെ പറഞ്ഞ ഉപമയിലെ ഈ വിവാഹ വിരുന്നു വേളയിലെ പ്രതിസുത വരൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ ആരാന്നറിയാമോ? നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവാണ്. യേശുവാണ് ആ പ്രതിസുത വരൻ. അങ്ങനെയാണെങ്കിൽ ആ പ്രിയതമാരാണെന്നൊന്ന് പറഞ്ഞേ പ്രിയപ്പെട്ടവരെ. അവനു വേണ്ടി കാത്തിരിക്കുന്ന, ഹൃദയത്തിൽ അവന്റെ മുഖചിത്രം ആലേഖനം ചെയ്ത് ചിത്രത്തൈലുള്ള വലിയ നിക്ഷേപം എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്ന് എന്നെ കരുതി സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവൻ അല്ലേ, അവന്റെ ഹൃദയത്തിൽ ഊണിലും ഉറക്കത്തിലും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രതിശുദ്ധ മണവാട്ടി ആരാണ്? പരിശുദ്ധ സഭയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധമാണ് ഈ 10 വെള്ളി നാണയങ്ങളുടെ കഥയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ക്രിസ്തു എങ്ങനെ തൻ്റെ സഭയെ സ്നേഹിച്ചു, ക്രിസ്തുവിനോട് സഭ എങ്ങനെ വിധേയപ്പെടുന്നു, ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയുന്നത് ഈ ഒരു ഉപമയുടെ പശ്ചാത്തലത്തിലും കൂടിയാണ്. അപ്പോൾ ഒരു ഉടമ്പടി ബന്ധം അവിടെയുണ്ട്. എന്താ ഈ ഉടമ്പടി ബന്ധം? നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടോ? ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിന്റെ 17 മുതലുള്ള ഭാഗം പരിശോധിക്കുമ്പോഴും, സുവിശേഷത്തിന്റെ ശുദ്ധമുള്ള മർക്കോസിന്റെ രക്ഷാകരമായ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 22 മുതലുള്ള ഭാഗം പരിശോധിക്കുമ്പോഴും പറയുന്നത് ഒരൊറ്റ ഉടമ്പടിയെ കുറിച്ചാണ്. അത് ഏറ്റവും നന്നായിട്ട് കോറിയിട്ടിരിക്കുന്ന ആളാരാന്നറിയാമോ? കസാൻദ സാക്കീസ് എന്ന് പറയുന്ന എഴുത്തുകാരനാ. ക്രൈസ്തവ ആധ്യാത്മികത ലോകത്ത് ഏറ്റവും മനോഹരമായ രചനകൾ സമ്മാനിച്ച മഹാനായ ഒരു മനുഷ്യൻ കസന്ത് സാക്കീസ്. അദ്ദേഹം കുറിച്ച് വെച്ച എന്താണെന്നറിയാമോ? അവൻ 12 ശിഷ്യന്മാരുടെ മധ്യേ തനിക്ക് അന്ത്യത്താഴം കഴിക്കണമെന്ന് തോന്നിയ രാത്രിയിൽ തൻ്റെ കയ്യിൽ അപ്പമെടുത്തു, തലമുറകൾക്ക് വേണ്ടി കാത്തുവെച്ചിരിക്കുന്ന വീഞ്ഞിൻ്റെ കാസായും എടുത്തു, തലമുറകളുടെ മുകളിലൂടെ അവൻ ആ കരം നീട്ടി, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഈ നിമിഷം വരെയും, നാളെ ഈ ലോകം എവിടെ അവസാനിക്കുന്നു അതുവരെയും, ഈ ലോകത്തിൻ്റെ അന്ത്യത്തോളം നീണ്ടു നിൽക്കുന്ന 2 കരങ്ങൾ കുരിശാകൃതിയിൽ. എന്താണ് ആ കരം? കർത്താവിൻ്റെ കരമാണ്. എന്താണ് ആ കർത്താവിൻ്റെ കരത്തിൽ? ഒന്നിൽ കാസായും മറ്റതിൽ പീലാസായിൽ കർത്താവിൻ്റെ ശരീരവും. കാസായിൽ കർത്താവിൻ്റെ രക്തം, പീലാസായിൽ കർത്താവിൻ്റെ ശരീരം. എല്ലാ കുർബാനകളിലും ഞാനും നിങ്ങൾ അനുഭവിക്കുന്നത് ഈ വലിയ ഉടമ്പടിയുടെ പുതുക്കമാണ്. ഹല്ലേലൂയ. കർത്താവിനെ ഈ ഉടമ്പടി ബന്ധത്തിലൂടെ ഞാനും നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുക. കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഈ ഉടമ്പടി ബന്ധത്തോട് ചേർത്ത് വെക്കേണ്ട കാര്യമാണ് യഹൂദ പുരുഷന്റെ വിവാഹം. ഈ ഉടമ്പടി ഒന്ന് തന്നെയാണ്. കർത്താവ് സുവിശേഷത്തിൽ സംസാരിക്കുമ്പോഴൊക്കെ ദൈവരാജ്യ മർമ്മങ്ങളെ ശിഷ്യന്മാർക്ക് പങ്കുവെക്കുമ്പോൾ ഉപമകളായിട്ടാണ് അധികം സംസാരിച്ചത്. ശിഷ്യന്മാർ തന്നെ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കർത്താവേ, നീ ഈ ഉപമകൾ പറയുന്നത് ഞങ്ങളോടാണോ അതോ എല്ലാവരോടുമായിട്ടാണോ? കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ എന്താണെന്നറിയാമോ? ഈ ഉപമകളുടെ ദൈവരാജ്യത്തിൻ്റെ മർമ്മം മനസ്സിലാക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അല്ലാത്തവനത് കേൾക്കുമ്പോൾ അവന് മനസ്സിലാവുന്ന കഥ മാത്രമേ കേൾക്കുള്ളൂ. കഥ ചോദിച്ചാൽ മരിക്കുന്ന ദിവസം വരെയും ചോദിച്ചാൽ കഥ പറയും. പക്ഷെ മർമ്മം എന്തെന്ന് ചോദിച്ചാൽ മറന്നുപോകും. മറക്കേണ്ടത് ഓർക്കുകയും ഓർക്കേണ്ടത് മറക്കുകയും ചെയ്യുന്നവരായി നമ്മുടെ ആളുകൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിൽ, ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഈ 20ാമത് ജ്ഞാനായ കൺവെൻഷൻ്റെ വേദിയിൽ വീണ്ടും ഈ വേദചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ചോദ്യം ഇതാണ്: ഇത് ഏറ്റെടുക്കാൻ, ഈ കാസായും പീലാസായും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരാൻ
ആരാധനയുടെ നിറവിലേക്ക് കടന്നു വരാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ചോദ്യം ഇതാണ്. യഹൂദ പുരുഷൻ തൻ്റെ പ്രിയതമയ്ക്ക് കൈമാറിയ ദ്രവ്യമപ്പണം, വെള്ളി നാണയം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ അവളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. എന്നെയും നിങ്ങളെയും വിശുദ്ധ സഭയുടെ ആരാധനയിലൂടെയും വചനധ്യാനത്തിലൂടെയും കൗദാശിക ബന്ധത്തിലൂടെയും ചിലത് സൂക്ഷിക്കുവാനായി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആരാധന നഷ്ടപ്പെട്ടിട്ടുണ്ടോ? കഴിഞ്ഞ 2 വർഷങ്ങളായി ദേവാലയത്തിൽ ഹാജരില്ല. 2 വർഷം മുമ്പുണ്ടായിരുന്നതിൻ്റെ 10-1 പോലും ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങൾ. ചിലതൊക്കെ നിയന്ത്രണങ്ങളുടെ ഭാഗമായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ നിയന്ത്രണങ്ങളൊക്കെ പിൻവലിച്ച് തുടങ്ങിയപ്പോഴും കോവിഡ് കാലത്തേക്കാൾ രൂക്ഷമായി സ്ഥിതിഗതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നമ്മുടെ പ്രാർത്ഥന കെട്ടുപോയത്? എവിടെയാണ് നമ്മുടെ ആരാധന കെട്ടുപോയത്? എവിടെയാണ് നമ്മുടെ കൗദാശിക ബന്ധം നിലച്ചുപോയതെന്ന് ഈ രാത്രികാലമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പെട്ടെന്ന് ചിന്തയിലേക്ക് കടന്നു വരിക. നഷ്ടപ്പെട്ടു എന്ന് ഉപമകളിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞു. ചിലത് നഷ്ടപ്പെടാനുണ്ടെന്ന് കൂടി ഇപ്പോൾ നമുക്ക് സംശയം വന്നു തുടങ്ങി. ഇനിയുള്ള ചിന്ത, ഈ നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാനും നിങ്ങൾ പരിതപിക്കുന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ തിരിച്ചെടുക്കാൻ ഇനി എന്ത് ചെയ്യണം? ആധുനിക ലോകത്ത് ബഹുമാനപ്പെട്ട ബെന്നിയച്ചൻ പറഞ്ഞതുപോലെ ഇന്ന് പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലഘട്ടത്തിലേക്ക്, സത്യാനന്തര കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നിരിക്കുക. സത്യാനന്തര കാലഘട്ടം എന്ന് പറയുന്നിടത്ത് തിരിച്ചറിയണം, സത്യം കടന്നുപോയൊരു കാലഘട്ടമാണ്. സത്യത്തിന് ശേഷമുള്ളൊരു കാലഘട്ടമാണ്. അതിൽ സത്യമുണ്ടെന്ന് ധരിക്കരുത്. അത് സത്യത്തിന് ഘടകവിരുദ്ധമായി മാറിയേക്കാം. അതുകൊണ്ടാണ് ഇന്ന് വ്യാജ വാർത്തകൾ പരക്കുന്നത്, മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്, സത്യത്തിന് കണ്ണില്ല എന്ന് പറയുന്നത്, സത്യം ചവിട്ട് മെതിക്കപ്പെടുന്നത്, സത്യത്തിൻ്റെ സാധ്യതകൾ സാഹചര്യങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്നത്. ഓർത്തുകൊള്ളണം, ആധുനിക സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോഴത്തെ സാമൂഹിക വീക്ഷണന്മാർ പറയുന്നത് ഒരു വലിയ കൊറോണ വൈറസ് പോലെ അതിന് സമാനമായ മറ്റൊരു സിൻഡ്രോം മനുഷ്യവർഗത്തെ മുഴുവനും ഇന്ന് ആഴ്ന്നു പിടിച്ചിട്ടുണ്ട്. അതിനവർ കൊടുക്കുന്ന ഓമന പേരെന്തെന്നറിയാമോ? ടിന സിൻഡ്രം എന്നാണ്. എന്താ ഈ ടിന എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന് കേൾക്കാമോ? ടിന എന്നുള്ള ഷോർട്ട് ഫോമാണ്. ടി എന്ന് പറയുന്നത് ദേർ, ഐ എന്ന് പറയുന്നത് ഈസ്, എൻ എന്ന് പറയുന്നത് നോ, എ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ്. കൂട്ടി വായിക്കുമ്പോൾ ദേർ ഈസ് നോ ഓൾട്ടർനേറ്റീവ്. പകരം വയ്ക്കാൻ ഇനി മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. ജീവിതത്തിൽ ഇനി പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ലെന്ന് ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു വരുന്നത് ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലാണ്. ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ നായകനായി ഏറ്റെടുക്കുമ്പോൾ ഇനി എൻ്റെ ക്രിസ്തുവിനെ പകരം വയ്ക്കാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബന്ധങ്ങൾക്കോ എൻ്റെ സ്ഥാനങ്ങൾക്കോ എൻ്റെ പദവികൾക്കോ സാധിക്കില്ല എന്ന് ആത്മാർത്ഥമായി മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കണം. ഏതാനും പ്രധാനപ്പെട്ട ചിന്തകൾ കൂടി പങ്കുവെച്ച് വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചെടുക്കാൻ ഈ നാണയങ്ങളുടെ ഉപമയിൽ നിന്നുകൊണ്ട് നമ്മൾ ചില ചിന്തകൾ നടത്താൻ പോവുകയാണ്. ഒന്ന്, നിന്റെ ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെട്ടു എന്ന് നീ തിരിച്ചറിയണം ഇന്ന് രാത്രികാലം. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു എന്ന് നീ തിരിച്ചറിഞ്ഞാലേ നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് പുറപ്പെടാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. 100 ആടുകൾ ഉണ്ടായിരുന്നപ്പോൾ ഇടയൻ ഇറങ്ങി പുറപ്പെടുന്നത് കണ്ടില്ല. പക്ഷേ അന്ന് രാത്രിയിൽ വൈകുന്നേരം ആടിൻ്റെ ശാലയിലേക്ക് അവ ആനയിക്കുമ്പോൾ 1 കുറഞ്ഞിരിക്കുന്നു. നഷ്ടപ്പെട്ടു എന്ന് ഇടയൻ തിരിച്ചറിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചു. 10 ദ്രവ്യപണം ഉണ്ടായിരുന്നവൾ 1 നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അന്വേഷിക്കാൻ തുടങ്ങി. അല്ലേ? കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മടക്കയാത്രയ്ക്കുള്ള ആദ്യത്തെ സാധ്യത നിന്റെ ജീവിതത്തിൽ നഷ്ടം വന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. നിന്റെ ജീവിതത്തിൽ ഛേദം വന്നിട്ടുണ്ടെന്ന് ഇന്ന് രാത്രികാലം തിരിച്ചറിയണം. എന്താ നഷ്ടപ്പെട്ടത്? ഈ 10 വെള്ളി നാണയങ്ങളുടെ ഉപമയിലേക്ക് കടന്നു വരുമ്പോൾ
പതിവായി ഈ സ്ത്രീ ചെയ്യുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഉണരുമ്പോൾ അവൾ ദൈവത്തെ പാടി സ്തുതിച്ച് തൻ്റെ ഭാവിയിലെ വരനെ സ്വപ്നത്തിൽ ദർശിച്ചത് കുറെ കൂടി അടുത്ത് കാണാൻ ആഗ്രഹിച്ച് കൊതിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവൻ എന്നെ ഏൽപ്പിച്ച 10 വെള്ളി നാണയങ്ങളുടെ സഞ്ചി എടുക്കും, തുറക്കും, വീണ്ടും അവൾ എണ്ണി വയ്ക്കും. 1 2 3 4 അങ്ങനെ 10 വെള്ളി നാണയങ്ങൾ അവിടെ കൈകളിലേക്ക് എടുത്തു വയ്ക്കും. ഒരു കാര്യം അവൾ ഉറപ്പുവരുത്തും, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ ഉറപ്പിക്കും. പകൽ അവൾ അവളുടേതായിട്ടുള്ള ജോലിക്ക് പോകും, തിരികെ വരും. സായം സന്ധ്യയിൽ തിരക്കിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും അവൾ ഈ സഞ്ചി എടുക്കും, അഴിച്ചു നോക്കും. 10 വെള്ളി നാണയങ്ങൾ ഇതിലുണ്ടോ? ഉണ്ട്. സമാധാനമായി. വൈകുന്നേരത്തെ തിരക്കുകൾ കഴിയും. കിടക്കാനായിട്ട് പോകുമ്പോൾ, കിടപ്പറയിലേക്ക് കടന്നു പോകുമ്പോൾ അവൾ വീണ്ടും ഈ സഞ്ചി എടുക്കും, നോക്കും, ഈ 10 വെള്ളി നാണയങ്ങൾ സുരക്ഷിതമാണോ? അതെ. ആ ദിവസം സന്തോഷമായി, ആ ദിവസം അർത്ഥപൂർണമായി, ആ ദിവസം പ്രകാശപൂരിതമായി, ആ ദിവസം സൗഭാഗ്യമുള്ളതായി തീർന്നു. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹമുള്ളവരെ, കർത്താവ് 10 കൽപ്പനകളെ നമുക്ക് തന്നിട്ട് പറഞ്ഞു, ഇത് 10 വെള്ളി നാണയങ്ങളാണ്, ഓരോന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. 10 എടുത്തിട്ട് 2 ചുരുക്കി തന്നു. ഒന്ന് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും നീ ആരാധിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം, സേവിക്കണം. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും നീ കരുതണം, സ്നേഹിക്കണം, പങ്കുവയ്ക്കണം. ഏറ്റവും ലളിതമായി നമുക്ക് തന്ന 10 വെള്ളി നാണയങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും എടുത്ത് നോക്കിയിട്ടുണ്ടോ? ഈ സഞ്ചിയിൽ ഈ 10 വെള്ളി നാണയങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ബന്ധങ്ങൾ മുറിഞ്ഞു പോകുമ്പോൾ, ജീവിതം ദുസ്സഹമാകുമ്പോൾ, ഇനി മറ്റൊന്നിലേക്ക് തിരിയാനായിട്ട് ഒരു സാധ്യതമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ, ഒരു ചാൺ കയറാനും ഒരു കുപ്പി വിഷത്തിലേക്കും കൈനീട്ടരുത്. പകരം നീ എന്തുകൊണ്ട് കഴിഞ്ഞുപോയ കാലങ്ങളിൽ ദൈവം നിന്നെ ഏൽപ്പിച്ച ഈ അനുഗ്രഹത്തിൻ്റെ വെള്ളി നാണയങ്ങളെ വേണ്ടവണ്ണം പരികർമ്മം ചെയ്തില്ല. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തോടുള്ള ബന്ധമാണ് 10 കൽപ്പനകളിൽ ആദ്യത്തെ 5 പിന്നീട് വരുന്ന 5 എന്താ? മനുഷ്യർ പരസ്പരം ആചരിക്കേണ്ട ബന്ധമാണ്. ദൈവത്തോടും മനുഷ്യനോടുമുള്ള ബന്ധം ഈ ഭൂമിയിൽ നിർവഹിക്കാനാണ് എന്നെ നിങ്ങളെ സ്വർഗത്തിലെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിന്റെ ആത്മീയതയിലൂടെ നീ സ്വർഗത്തോളം ഉയരുമ്പോൾ നിന്റെ സഹചരിലേക്ക് പടരാനുള്ള 2 ചിറകുകൾ എപ്പോഴും നിനക്കുണ്ടാകണം. നീ ദൈവത്തെങ്കിലേക്ക് ആരാധന സമർപ്പിക്കുമ്പോൾ, ഭക്തിയിൽ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മറന്നു പോകരുത്, ദൈവഭക്തിയോട് തന്നെ ചേർത്ത് വെക്കേണ്ട ഒന്നാണ് നിന്റെ ചുറ്റുപാടുമുള്ളവരോടുള്ള നിന്റെ ബന്ധം. അതിന് ദൂരെ ഒങ്ങും പോണ്ട. ആദ്യമായി ചിന്തിക്കേണ്ടത് നിനക്ക് നിന്നോടുള്ള ബന്ധം എങ്ങനെയാണ്. 2, നിനക്ക് നിന്റെ കുടുംബത്തോടുള്ള ബന്ധം എന്താണ്. 3, നിന്റെ പ്രിയപ്പെട്ടവരോടുള്ള നിന്റെ ബന്ധം എത്രത്തോളം ശക്തമാണ്. 4, നിന്റെ ചുറ്റുപാടുകളോട് നിനക്ക് എത്രത്തോളം അർത്ഥപൂർണമായി ആശയവിനിമയം നടത്താനും സംവദിക്കാനും സാധിക്കുന്നുണ്ട്. 5, നിന്റെ അയൽബന്ധങ്ങൾ എത്രത്തോളം ശക്തമാണ്. അങ്ങനെ പ്രകൃതിയുമായിട്ട് നിന്റെ ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് അവർ അന്വേഷിച്ചെത്തുമ്പോഴാണ് ചിലത് അതിൽ കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് തിരിച്ചറിയുക. കർത്താവിൻ്റെ പരിശുശ്രൂഷാകാലത്ത് ധനികനായ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നിത്യജീവനെ പ്രാപിപ്പാൻ ഗുരു ഞാൻ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിനോട് പറഞ്ഞു, നീ നിന്റെ കൽപ്പനകളെ പ്രമാണിക്കണമല്ലേ? അവൻ പറഞ്ഞു, ഞാൻ ബാല്യം മുതലേ ഇതൊക്കെയും പാലിച്ചു വരുന്നുണ്ട്. കർത്താവ് അവനോട് പറഞ്ഞു, 1 നിനക്ക് കുറവുണ്ട്. എന്താ നിനക്ക് കുറവുള്ളത്? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക്
കൊടുക്കുക. ഹല്ലേലൂയ. പ്രഥമ ദൃഷ്ട്യാ എല്ലാം നമുക്കുണ്ടെന്നാണ് നമ്മുടെ വിചാരം. നമ്മുടെ ചിന്തയിലൊക്കെ നമ്മൾ സന്തുഷ്ടരാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ആയി എന്നുള്ള ചില ചിന്തകളൊക്കെ നമ്മെ നയിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നിന്നിൽ ചിലത് കുറവുള്ളതായി കണ്ടാൽ അതിന് പരിഹാരം കണ്ടെത്താൻ ദൈവത്തിൻ്റെ വചനമാകുന്ന കണ്ണാടിയിലേക്ക് നോക്കണം. ഒന്ന്, ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയണം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ സ്ത്രീ എന്തിനാ ഇത്രയേറെ പരിഭ്രമിച്ചത്? ഒരു വെള്ളി നാണയം നഷ്ടപ്പെട്ടപ്പോൾ എന്തിനാ അവൾ ഭയപ്പെട്ടത്? തൻ്റെ പ്രാണപ്രിയൻ കടന്നു വരുമ്പോൾ തന്നെ ഏൽപ്പിച്ച 10 വെള്ളി നാണയങ്ങൾ 1 കാണാതെ പോയി എന്ന് ഞാൻ അവനോട് പറഞ്ഞാൽ, അവനതറിഞ്ഞാൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് യഹൂദ പശ്ചാത്തലത്തിൽ ആ സ്ത്രീയെ തള്ളിക്കളയുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. അവളെ പിന്നെ ഭാര്യയായി യഹൂദ പുരുഷൻ സ്വീകരിക്കില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് രണ്ടാമത് മഹത്വ പ്രത്യക്ഷതയെങ്കിൽ ഗംഭീരനാദത്തോടെ മടങ്ങി വരുമ്പോൾ കൽപ്പനകളിൽ 1 കുറഞ്ഞുപോയി എന്ന് പരിഭവം പറയാനിടവരരുത്. ഹല്ലേലൂയ. കൽപ്പനകളെ ലംഘിച്ച് കൽപ്പനകളുടെ വഴിവിട്ട് സ്വാർത്ഥതയുടെ വഴികളിലൂടെ സഞ്ചരിച്ചാൽ നിന്നെ നിന്റെ മണവാളൻ സ്വീകരിക്കില്ല, തള്ളിക്കളയും നിശ്ചയം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം വചനത്തിന് അഭിമുഖമായി നിന്ന് ദൈവത്തെങ്കിലേക്ക് വളരാൻ, ദൈവത്തെങ്കിലേക്ക് ഉയരാൻ കർത്താവ് സ്നേഹിക്കപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയാണ് നഷ്ടപ്പെട്ടത് എവിടെയാണെന്ന് നീ തിരിച്ചറിയണം. ഒന്ന്, അച്ഛൻ പറഞ്ഞു ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയണം. രണ്ടാമത്, നിന്റെ ജീവിതത്തിൽ എവിടെ വെച്ചാണ് നിനക്ക് നഷ്ടപ്പെട്ടത്? വേദനയോടും പ്രയാസത്തോടും കൂടി ഒരാൾ കുർബാനയ്ക്ക് ശേഷം അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീവിതത്തിൽ പ്രതിസന്ധിയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി വരുന്നതെന്ന് അറിയില്ല. ഒരു 10-15 വർഷം വരെയും ബിസിനസ് വളരെ ലാഭത്തിലായിരുന്നു, എന്ത് സന്തോഷമായിരുന്നു, സാഹചര്യങ്ങളൊക്കെ അടുക്കും ചിട്ടയുണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു, ആരാധനയുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായ ജീവിതത്തിൽ ഭയങ്കര അസ്വസ്ഥതകളാണ്, രോഗങ്ങളാണ്, പീഡകളാണ്, അപകടങ്ങളാണ്, അനർത്ഥങ്ങളാണ്, അശാന്തിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ നിങ്ങളൊക്കെ പലപ്പോഴും ചോദിക്കാറില്ലേ? കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എവിടെ വെച്ചാണോ നിന്റെ കർത്താവിനെ നിനക്ക് നഷ്ടപ്പെട്ടത്, അവിടെ നിന്ന് ദുരിതങ്ങളുടെ പരമ്പര ആരംഭിക്കുകയായി. എവിടെ വെച്ചാണോ നിന്റെ പ്രാണപ്രിയനെ നീ കൈവെടിഞ്ഞത്, അവിടെ മുതൽ നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നിന്നെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു അർബുദം പോലെ, ഒരു ക്യാൻസർ പോലെ. അതുകൊണ്ട് തിരിച്ചറിയണം, എൻ്റെ പ്രതിസന്ധി ആരംഭിച്ച എവിടെയാണെന്നറിയാമോ? വർഷം നോക്കരുത്, എൻ്റെ കർത്താവ് എന്നാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയത്. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ആരംഭിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങോട്ടൊന്ന് മടങ്ങിപ്പോകാൻ, എനിക്ക് എൻ്റെ കർത്താവിനെ നഷ്ടമായ സ്ഥലത്തേക്കൊന്ന് മടങ്ങിപ്പോകാൻ സാധിക്കണം. യെരൂശലേം ദേവാലയത്തിൽ പെസഹ പെരുന്നാൾ കഴിഞ്ഞ് തിരികെ പോരുമ്പോൾ ബാലനായ യേശു കൂടെ കാണുമെന്ന് കരുതി മാതാപിതാക്കൾ, നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു ദിവസത്തെ വഴി ചെന്നപ്പോൾ ബന്ധുമിത്രാദികളുടെ ഇടയിൽ അവനെ അന്വേഷിച്ച ബാലനായ യേശു അവരുടെ കൂടെ ഇല്ലെന്നറിഞ്ഞപ്പോൾ മാതാവും യോസേപ്പും സഹോദരന്മാരും ഒക്കെ വിഷമിച്ച് ബന്ധുമിത്രാദികൾ തിരിച്ച് യെരൂശലേം ദേവാലയത്തിലേക്ക് വരിക. എത്ര ദിവസത്തെ വഴി നടന്നു? 3 ദിവസത്തെ വഴി തിരിച്ച് നടന്നു. ഒരു ദിവസത്തെ വഴി 3 ദിവസം കൊണ്ട് നടന്നെത്തി. നിൽക്കട്ടെ, അവിടെ കടന്നു ചെല്ലുമ്പോൾ യേശു ക്രിസ്തു എവിടെ ഇരിക്കുക? അവൻ താർക്കികരുടെ മധ്യേ ഇരുന്ന് അവരോട് ചോദിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് ദേവാലയത്തിൻ്റെ അകത്തിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ ദേവാലയത്തിൻ്റെ പിതാവിൻ്റെ സമക്ഷത്തിരിക്കേണ്ടവനല്ലയോ എന്ന് ചോദിക്കുന്ന കർത്താവ് ബാലനാണെന്ന് ഓർക്കണം, കൗമാരക്കാരൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കൗമാരക്കാര് കർത്താവിൻ്റെ ആലയത്തിൽ ഇരിക്കാൻ മനസ്സ് വയ്ക്കുന്നവരാണോ? സൺഡേ ക്ലാസ്സിൽ പൂർണ്ണമായിട്ട് ഇരിക്കുന്നവരാണോ? ഇപ്പോൾ നമ്മുടെ സംവിധാനമൊക്കെ ഓൺലൈനായി. ഇപ്പോൾ ഈ പ്രസംഗം ഉൾപ്പെടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ, മതബോധനം എല്ലാം, കുർബാന മുതൽ എല്ലാം ഇന്ന് ഓൺലൈനായി. ഇപ്പോൾ എല്ലാവരും പറയും ഇതാ സൗകര്യം ഒന്നാ. കാരണം അടുക്കളയിൽ നിൽക്കുന്ന വസ്ത്രത്തിലിട്ട് കുർബാന കാണാം, കുഞ്ഞുങ്ങൾ ബർമൂടയിട്ട് സൺഡേ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം,
ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പള്ളിയിൽ വന്നതൊന്നും നടക്കൂല. കർത്താവിനാൽ അലങ്കരിക്കപ്പെട്ടവരെ, തീർന്നു പോകരുത് നമ്മുടെ ആത്മീയതകളൊന്നും, അന്യം വന്നു പോകരുത് നമ്മുടെ ദൈവീക ബോധം. ദൈവത്തെ വിട്ട് അനുയാത്ര ചെയ്യുന്നിടത്തൊക്കെ തകർച്ചയാണെന്ന് ചരിത്രം ആവർത്തിക്കുകയാണ്. എവിടെയാണോ ദൈവഭയം നിലച്ചുപോയത്, ആരാധനാലയങ്ങൾ അന്യം വന്നു പോയത്, സദാചാരവും ധാർമ്മികതയും തകർന്നു പോയിട്ടുണ്ട്. 22 സാമ്രാജ്യങ്ങളുടെ അധംപതനത്തെക്കുറിച്ച് പഠിച്ച ഒരു ചരിത്രകാരൻ നമുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അർണോൾഡ് ടോയിൻബി എന്നാണ്. അർണോൾഡ് ടോയിൻബി 22 മഹാസാമ്രാജ്യങ്ങളുടെ അധപ്പതനത്തെക്കുറിച്ച് പഠിച്ചിട്ട് അവസാനം ഒരു ഒറ്റ സെന്റൻസ് എഴുതി വെച്ചത്, 22 സാമ്രാജ്യങ്ങളും നശിച്ച് നാശോന്മുഖമായി അപ്രത്യക്ഷമാകാനുള്ള കാരണം ഒന്ന് മാത്രം. എന്താണെന്നറിയാമോ? അത് അധാർമികത, ഇമ്മൊറാലിറ്റി. അധാർമികത എവിടെ കടന്നു വന്നോ അത് നിന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും. ഒന്നിൽ തുടങ്ങുമ്പോൾ അത്ര അധികമായി തോന്നില്ല, 1, 2, 3, 4 ആകുമ്പോഴും അത്ര വലിയ സംഖ്യയാണെന്ന് തോന്നില്ല. പക്ഷെ 100 കഴിഞ്ഞ് 101, 102, 103 പിന്നെ എണ്ണിപ്പോകുന്നതൊക്കെയും നിനക്ക് മടങ്ങി ചെല്ലാൻ കഴിയാത്ത ദൂരത്തേക്കാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ! എത്രത്തോളം ആഴമായ, എത്രത്തോളം നാശോന്മുഖമായ ജീവിതത്തിലേക്കാണ് ഞാനും നിങ്ങൾ കൂപ്പുകുത്തുന്നതെന്ന് തിരിച്ചറിയണം. അതിൽ നിന്ന് തിരിച്ചു കയറാൻ ഈ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പശ്ചാത്തലത്തിൽ കർത്താവിൻ്റെ കരം പിടിച്ച് ഒരു മടക്കയാത്ര ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നിടത്തേക്ക്, നിയോഗങ്ങളിലേക്ക്, സന്തോഷങ്ങളിലേക്ക്, ആത്മാവിൻ്റെ ഫലങ്ങളിലേക്ക് പിന്തിരിഞ്ഞ് നടക്കാൻ സാധിക്കണം. മടക്കയാത്ര നടത്താൻ സാധിക്കണം. നഷ്ടപ്പെട്ടത് എവിടെയാണെന്ന് തിരിച്ചറിയണം. നഷ്ടപ്പെട്ടത്, ഈ സ്ത്രീയുടെ വെള്ളി നാണയം നഷ്ടപ്പെട്ടത് എവിടെയായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞത്? അവളുടെ വീട്ടിൽ തന്നെയായിരുന്നു. എങ്ങനെ മനസ്സിലായി? നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോ അവൾ താമസിക്കുന്ന മുറിയിൽ അന്വേഷിച്ചു. അവൾക്കറിയാം ഈ വീടിന് പുറത്ത് ഇതൊരിക്കലും പോവില്ല. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വെള്ളി നാണയത്തിലേക്ക് ചുരുങ്ങി പോകരുത്. നഷ്ടപ്പെട്ടത് എൻ്റെ വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകില്ല. എൻ്റെ കുഞ്ഞാണ് നഷ്ടപ്പെട്ടതെങ്കിൽ, ജീവിത പങ്കാളിയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ, എൻ്റെ വീടിൻ്റെ കിടപ്പറയിൽ നിന്നോ, സ്വീകരണ മുറിയിൽ നിന്നോ, ഡൈനിങ് മുറിയിൽ നിന്നോ, ഞാൻ പണിതുയർത്തിയിരിക്കുന്ന എൻ്റെ സൗധത്തിൻ്റെ ഏതെങ്കിലും മുറിയിൽ നിന്നോ ആണെന്ന് തിരിച്ചറിയണം. ചിലപ്പോൾ പഠനമുറിയിൽ നിന്നായിരിക്കാം കുഞ്ഞ് നഷ്ടപ്പെട്ടത്. അടുത്ത കാലത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് പീച്ചാനിക്കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അഭിവന്യ പിതാക്കന്മാരൊക്കെ അവിടെ കടന്നു വന്ന് വിശുദ്ധ ബലി അർപ്പിച്ചിട്ടുള്ളതാണ്. അവിടെ എൻ്റെ ഒരു സ്നേഹിതൻ്റെ കുഞ്ഞ് 17 വയസ്സ് മാത്രം പ്രായമുള്ളവൻ, നിങ്ങൾ പേപ്പറിൽ വായിച്ചു കാണും. അവൻ എൻട്രൻസിന് ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ കോച്ചിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ വെക്കേഷന് വീട്ടിൽ വന്ന് അവന് പതിവായി അവൻ്റെ കൂട്ടുകാരോട് ഒരുമിച്ച് ഗെയിം കളിക്കുന്ന ഒരു ശീലത്തിലേക്ക് കടന്നു വന്നിട്ട്, ഇപ്പോൾ വീഡിയോ ഗെയിം വളരെ പ്രചാരം നേടിയിരുന്ന കാലഘട്ടമാണ്. വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്ന് തിരിച്ചുപോയി. രാത്രികാലം 12 മണി കഴിഞ്ഞു. അവൻ്റെ മുറിയിൽ ലൈറ്റ് അണഞ്ഞിട്ടില്ല. അമ്മ വന്ന് താഴെ നിന്ന് വിളിച്ചപ്പോൾ മകൻ വിളി കേൾക്കുന്നുണ്ട്. എന്താ മോനെ കിടക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ മമ്മി കിടക്കാൻ പോവാണ്, കുറച്ചുകൂടെ കാര്യങ്ങൾ അസൈൻമെൻറ്റ്സ് എഴുതി തീർക്കാനുണ്ട്, ഇനി തിരിച്ച് ചെല്ലുമ്പോൾ എനിക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് തീർക്കുകയാണെന്ന് പറഞ്ഞു. 2 മണിയായപ്പോൾ വീണ്ടും അമ്മ താഴ്ത്തുനിന്ന് വിളിച്ച് ചോദിച്ചു, മോനെ ലൈറ്റ് അണച്ചിട്ടില്ലോ, നീ ഉറങ്ങിയോ? ആ മോളിൽ നിന്ന് പറഞ്ഞു, മമ്മി ഉറങ്ങിയിട്ടില്ല, മമ്മി സമാധാനമായിരിക്കും, ഞാനിത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ചെയ്ത് തീർക്കാൻ, അത് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാൻ പോവാണ്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഒന്നും കരുതിയില്ല അവിടെ. ഒന്നും താളം തെറ്റുന്നതായിട്ടൊരു സൂചന പോലുമില്ല. സുന്ദരനായ കുഞ്ഞ് 17 വയസ്സുള്ളവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ താഴെ നോക്കില്ല. പുലർക്കാലം 6 മണിക്ക് അമ്മ എഴുന്നേൽക്കുമ്പോഴും മുറി ലൈറ്റ് കാണുന്നു. അമ്മയുടെ മനസ്സ് പിടഞ്ഞു. ഓടിക്കയറി മുകളിലേക്ക് ചെല്ലുമ്പോ ഇരുന്ന സ്ഥലത്ത് മകനെ കാണുന്നില്ല. ബാത്റൂം തുറന്നു നോക്കി, എൻ്റെ കുഞ്ഞിനെ അവിടെ കാണുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന വരാന്തയിൽ നോക്കി, പോട്ടിക്കോയിൽ നോക്കി, ചുറ്റുപാടൊക്കെ അന്വേഷിച്ച് കുഞ്ഞിനെ കാണുന്നില്ല. അവസാനം വന്നപ്പോഴാണ് അമ്മയ്ക്ക്
അവൻ ഇരുന്ന് പഠിക്കുന്ന മുറിയുടെ ഒരു കർട്ടൻ കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് തോന്നി. അമ്മ വന്ന കർട്ടൻ വാരി മാറ്റി പെട്ടെന്ന് തപ്പിച്ചു നിന്ന് പോയി. കാരണം എന്തെന്നറിയാമോ? ഒരു കയറിൽ 100-ലധികം കഴുത്തിൽ ചുറ്റി 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 ഈ കുഞ്ഞ് പിടഞ്ഞ് മരിച്ചു കിടക്കുക. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്താ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വഴിമാറി പോകുന്നത്? സ്നേഹം കിട്ടാഞ്ഞിട്ടാണോ? കാരുണ്യം കിട്ടാഞ്ഞിട്ടാണോ? മാതാപിതാക്കളുടെ ശ്രദ്ധ കിട്ടാഞ്ഞിട്ടാണോ? പഠനത്തിൻ്റെ വൈകല്യമാണോ? ഉണ്ണാനില്ലാഞ്ഞിട്ടാണോ? ഉടുക്കാനില്ലാഞ്ഞിട്ടാണോ? എന്താ നമ്മുടെ പ്രതിസന്ധി? നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ദേവാലയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യൗവനക്കാരുടെ എണ്ണം ഭയാനകമായി കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് ഈ കൺവെൻഷൻ പന്തലിലേക്ക് നോക്ക്, നമ്മുടെ യൗവനക്കാരൊക്കെ എവിടെയാ? ചിലരൊക്കെ പറയും, അച്ഛാ UK പോയത് അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും. നല്ല കാര്യം. ചിലർ പറയും അമേരിക്കയിലേക്ക് പോയി, നല്ലതാണ്. കാനഡയിലേക്ക് പോയി, നല്ലതാണ്. ഈ നാട്ടിലുള്ള നമ്മുടെ മക്കൾ എവിടെയാ? നമ്മുടെ യൗവനക്കാരെവിടെയാണ്? കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ചോദിക്കേണ്ട സമയം കഴിഞ്ഞുവെങ്കിലും ഇനിയെങ്കിലും ഒന്ന് ചോദിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഭയാനകമായ പല നഷ്ടങ്ങളിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരും. എന്നോടും കൂടിയാണിത്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ചിലത് നഷ്ടപ്പെട്ടുവെങ്കിൽ അത് എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് തിരിച്ചറിയണം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മൂന്നാമത്തെ ചിന്തയോടുകൂടി ചിന്ത അവസാനിപ്പിക്കുക. നിനക്ക് നഷ്ടപ്പെട്ടത് ഇരുട്ടിലാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഒന്ന്, ചിലത് നഷ്ടപ്പെട്ടു എന്ന് നീ തിരിച്ചറിയണം. 2, നഷ്ടപ്പെട്ടത് എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. 3, അന്വേഷണത്തിന് നിനക്കൊരു ക്ലൂ തരിക. നഷ്ടപ്പെട്ടത് കൂരിരുട്ടിലാണെന്ന് തിരിച്ചറിയുക. ആരാ ഇത് പറഞ്ഞത്? ഈ ഉപമയിൽ വെള്ളി നാണയം നഷ്ടപ്പെട്ട സ്ത്രീ. അവൾ പറഞ്ഞു, എനിക്ക് എൻ്റെ നാണയം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് നഷ്ടപ്പെട്ടത് എൻ്റെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലെ ഇരുട്ടിലാണ്. എൻ്റെ വീടിൻ്റെ അകത്ത് ഇരുട്ടിലാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഇങ്ങനെ മനസ്സിലായി. അവൾ ഉടനെ ഈ വീട്ടിലെ ഇരുളകറ്റാൻ വിളക്ക് കത്തിച്ചു. കണ്ടോ? ഇരുട്ടിനെ മാറ്റാൻ വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിച്ചു. വിളക്ക് കത്തിച്ചപ്പോഴാണ് അവൾക്ക് ചില യാഥാർത്ഥ്യം മനസ്സിലായത്. എന്താ മനസ്സിലായത്? എൻ്റെ വീടിൻ്റെ ഉള്ളിൽ, ഞാൻ പാർക്കുന്ന മുറിയിൽ ഒരു വെള്ളി നാണയമല്ല, 10 വെള്ളി നാണയം ഒരുമിച്ച് നഷ്ടപ്പെട്ടാൽ പോലും കണ്ടെത്താൻ സാധിക്കാതെ വണ്ണം അഴുക്കുകൾ വന്നടിഞ്ഞിരിക്കുക. അതുകൊണ്ട് അവൾ ചൂലെടുത്ത് അഴുക്കുകളൊക്കെ അടിച്ചു മാറ്റി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ നിങ്ങൾ വെളിപ്പാട് പുസ്തകം വരെയുള്ള ഭാഗങ്ങൾ മുഴുവൻ വായിച്ചാലും അവിടെ ഇരുട്ടിനെ കുറിച്ച് പറയുന്നത് അധാർമികതയെക്കുറിച്ച് പറയാനും പൈശാചിക വ്യാപാരങ്ങളെ കുറിച്ച് പറയാനുമാണ്. ഹല്ലേലൂയ. ഇരുട്ടിനെ കുറിച്ച് പോസിറ്റീവായിട്ട് ഒന്നും പറയാനില്ല. ഇരുളിനെ ഇല്ലായ്മ ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് സൃഷ്ടികർമ്മത്തിലേക്ക് കടന്നു വരുന്നൊരു ദൈവം ഇരുളിനെ മാറ്റി നിർത്തുകയാണ്. കാരണം പാഴും ശൂന്യമായതിനെ നശിപ്പിക്കുന്നതാണ് ഇരുട്ട്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വെളിച്ചമെന്ന് പറയുന്നത് വിശുദ്ധ സുവിശേഷങ്ങളിൽ മാത്രമല്ല, വേദപുസ്തകത്തിൻ്റെ ആദിയോടന്തം നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ. ദൈവത്തെക്കുറിച്ച് മാത്രമേ വെളിച്ചമെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതിൻ്റെ അർത്ഥം എന്താ? നിന്റെ വീട്ടിലെ പൈശാചികമായ വ്യാപാരങ്ങളെ മാറ്റാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിളക്ക് കത്തിച്ച് തണ്ടിന്മേലത്ര വെക്കേണ്ടത്, അപ്പോൾ അത് ചുറ്റുമുള്ള എല്ലാവർക്കും വെട്ടം കൊടുക്കും, പ്രകാശിക്കും. അതുകൊണ്ട് കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ, കർത്താവിൻ്റെ വെളിച്ചത്തിൽ ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. ഇരുളിനെ ആരും ക്ഷണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ആരെങ്കിലും ഇരുട്ടിനെ ക്ഷണിച്ച് വീട്ടിലേക്ക് ഇരുട്ട് വന്നിട്ടുണ്ടോ? ഇന്ന് ഈ കൺവെൻഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇരുട്ട് നമ്മെ കാത്തിരിക്കുന്നുണ്ടാകാം. എന്നാൽ വെളിച്ചം കരുതിയിട്ടുണ്ടോ? നിനക്കതിനെ അതിജീവിക്കാം. ഇരുളിനെ ക്ഷണിച്ചു വരുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ വെളിച്ചം വേണമെങ്കിൽ മനഃപൂർവമായി നീ ചിലത് ചെയ്തിരിക്കണം. ഈ സ്റ്റേജ്
ഇത്രമാത്രം പ്രഭാപൂരിതമായിരിക്കാനുള്ള കാരണം ഇത്രമാത്രം വൈദ്യുത ബൾബുകൾ ഇതിനോട് ചേർത്ത് ക്രമീകരിച്ചു എന്നുള്ളതാണ്. വെളിച്ചം ആഗ്രഹിക്കുന്നുവെങ്കിൽ മനഃപൂർവമായ ചില പ്രവർത്തനങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടാകണം, ചില തീരുമാനങ്ങൾ ഉണ്ടാകണം, ചില ചിന്തകൾ ഉണ്ടാകണം, വിവേകം ഉണരണം. എന്നാൽ മാത്രമേ നിൻ്റെ ആധ്യാത്മികത ഉണരുകയുള്ളൂ. കർത്താവിന് അലങ്കരിക്കപ്പെട്ടവരെ, കർത്താവ് നിൻ്റെ വീട്ടിലേക്ക് കടന്നു വരണമെങ്കിൽ തീർച്ചയായിട്ടും നീ അവനെ ക്ഷണിക്കണം. എന്തിനാ അച്ഛനത് പറഞ്ഞത്? കഴിഞ്ഞ ഞായറാഴ്ച, ഇന്നല്ല, കുത്തിനെ ഞായറാഴ്ച, യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം, കാനാവിലെ കല്യാണ വീട്ടിൽ ആ വിരുന്ന് നടത്തുന്നവൻ കർത്താവിനെ ക്ഷണിച്ചു, അമ്മയെ ക്ഷണിച്ചു, അപ്പോസ്തലന്മാരെ ക്ഷണിച്ചു. പ്രതീക്ഷിക്കാതെ കടന്നു വന്ന ഒരു പ്രതിസന്ധി, അത് മുഖാന്തരം പരിഹരിക്കപ്പെട്ടു. അപ്പോൾ ജീവിതത്തിൽ ഞാനും നിങ്ങൾ നിശ്ചയിക്കാതെ എന്തെങ്കിലും പ്രതിസന്ധി കടന്നു വന്നാൽ, ഒരു അനർത്ഥം കടന്നു വന്നാൽ അതിനെ പരിഹരിക്കാൻ എൻ്റെ കർത്താവിന് സാധിക്കും, എൻ്റെ കർത്താവിൻ്റെ അമ്മയ്ക്ക് സാധിക്കും, കർത്താവിൻ്റെ അപ്പോസ്തലന്മാർക്ക് സാധിക്കും, കർത്താവിൻ്റെ അഭിഷിക്തന്മാർക്ക് സാധിക്കും. ഹല്ലേലൂയ! ആ അഭിഷേകത്തിലേക്ക് വളരാൻ, സഭയോടുള്ള ഭേദ്യമായ ബന്ധത്തിലേക്ക്, ആത്മീയതയുടെ നിറവിലേക്ക് കടന്നു വരാൻ എനിക്കും നിങ്ങൾക്കും ഈ നോമ്പിൻ്റെ കാലം മുഖാന്തരമായിട്ട് തീരണം. ഓർക്കണം, ആധുനിക കാല പൈശാചിക വ്യാപാരങ്ങളെ കീഴടക്കണമെങ്കിൽ പഴയകാല അഭിഷേകമൊന്നും പോരാ. പഴയ കാലത്ത് ഞാൻ ഇന്നയാളായിരുന്നു, ഇത്രയേറെ ബഹുമതി എനിക്കുണ്ടായിരുന്നു, ഇത്രയേറെ പ്രിയപ്പെട്ട കുടുംബമായിരുന്നു, ഇത്രയേറെ പട്ടക്കാരുണ്ടായിരുന്നു പറയുന്നതൊന്നും അഭിഷേകമല്ലാതെ വരുന്നൊരു കാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ ഓർക്കുക, പഴയ അഭിഷേകം കൊണ്ട് ഇനി നിനക്ക് ആത്മീയത വീണ്ടെടുക്കാൻ പറ്റില്ല. എങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് ഇറങ്ങി വന്ന് പുതിയ അഭിഷേകങ്ങളെ സ്വീകരിക്കാൻ സാധിക്കണം. അതിന് നിന്നെ തന്നെ ശുദ്ധീകരിക്കണം, ശുദ്ധീകരിച്ച് വെടിപ്പ് വരുത്തണം. എന്നാൽ മാത്രമേ നിൻ്റെ ജീവിതത്തെ അർത്ഥപൂർണമായി നിനക്ക് ചിലവഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഇരുട്ടിനെ കുറിച്ച് മനോഹരമായിട്ടൊരു വാക്യം ഈ ആധുനിക കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ വായിക്കുന്ന, ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു പുസ്തകം, ആ ഗ്രന്ഥകർത്താവ് ചിലിയിലുള്ള ഒരു പാബ്ലോ നെരൂദ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ എഴുത്തുകളാണ്, പ്രണയകാവ്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, വീട്ടിലുള്ള നന്മയെ നമ്മുടെ കണ്ണ് കാണാതിരിക്കാൻ മറയ്ക്കുന്നതെന്തോ അതാണ് ഇരുട്ട്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ വീട്ടിലൊക്കെ നന്മയുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ അനുഗ്രഹമുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ സമാധാനമുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ സമൃദ്ധിയുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ ശാന്തതയുണ്ട്. പക്ഷേ അത് കാണാതിരിക്കാൻ നമ്മുടെ കണ്ണിനെ മറച്ച് കളയുന്നത് എന്താണോ? നിൻ്റെ സ്വാർത്ഥതയായിരിക്കാം, ചിലപ്പോൾ നിൻ്റെ ആഭിചാര കർമ്മങ്ങളായിരിക്കാം. അതാണ് ഇരുട്ട്. അതുകൊണ്ട് ബാഹ്യമായ കണ്ണുകൊണ്ട് കാണുന്നതല്ല പ്രകാശത്തിൻ്റെ കാഴ്ചകൾ. നിൻ്റെ ഹൃദയം കൊണ്ട് നീ കാണുന്നതാണ് ശ്രേഷ്ഠമായ കാഴ്ചകൾ. പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒന്ന്, ഇരുളിനെ അകറ്റാൻ എഴുന്നേറ്റ് വിളക്ക് കത്തിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം നമ്മൾ വായിച്ചത് അതാണ്. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ആ വിളക്ക് ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഒരു വെള്ളി നാണയം നഷ്ടപ്പെട്ട് അവൾ എഴുന്നേറ്റ് അടിച്ചുവാരി കഴിഞ്ഞപ്പോൾ അവൾക്ക് ആ വെള്ളി നാണയം കിട്ടാൻ അവളെ സഹായിച്ചത് ഈ വിളക്കാണ്. അതുകൊണ്ട് അച്ഛനാദ്യം പറഞ്ഞു, വിളക്ക് നമ്മുടെ ക്രിസ്തുവാണ്, ദൈവമാണ്. ദൈവമുണ്ടെങ്കിൽ കാണാതെ പോയതിനെ കണ്ടെത്താൻ നമുക്ക് കരുത്തുണ്ടാകും, കാഴ്ചയുണ്ടാകും. രണ്ടാമത്, ഒരു അടിച്ചുവാര് നിൻ്റെ ജീവിതത്തിലുണ്ടാകണം. ഈ സ്ത്രീക്ക് വെള്ളി നാണയം നഷ്ടപ്പെട്ടപ്പോൾ ഇതൊന്ന് അടിച്ചു വാരണമെന്ന് തോന്നിയത് എപ്പോഴാ? പ്രകാശം അവളുടെ മുറിയിലേക്ക് കടന്നു വന്നപ്പോഴാണ്. അവൾ വിളക്ക് കത്തിച്ചപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, ഇവിടെ കുറേ അഴുക്ക് വന്നിട്ടുണ്ട് എൻ്റെ മുറിയിൽ, അതുകൊണ്ട് ഇതിനൊക്കെ ഒന്ന് അടിച്ചു മാറ്റണം. അവൾ ചൂലെടുത്തു. ക്രിസ്തു എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എന്നിലും നിങ്ങളിലുമുള്ള മാലിന്യങ്ങളെ അവൻ കാട്ടിത്തരും. ഹല്ലേലൂയ! അവൻ കാട്ടിത്തരുന്ന മാലിന്യങ്ങളെ, പാപത്തിൻ്റെ, മ്ലേച്ഛതയുടെ, അധർമ്മത്തിൻ്റെ മാലിന്യങ്ങളെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൂരീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഈ വിളക്ക് അവളുടെ മുറിയിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. അതെവിടെയായിരുന്നു? ആ കിടന്ന ചപ്പിൻ്റെയും ചവറിൻ്റെയും കൂട്ടത്തിലായിരുന്നു ആ വിളക്ക്. ഒരിക്കൽ പോലും അതിൽ നിന്നെടുത്ത് തുടച്ച് വൃത്തിയാക്കി കത്തിക്കാൻ മെനക്കെടാതിരുന്ന അവൾക്ക്
ഇപ്പോൾ ഈ പ്രതിസന്ധിയിൽ ആ വിളക്ക് ഒരു സഹായകമായി തീർന്നു, മുഖാന്തരമായിട്ട് തീർന്നു. നഷ്ടപ്പെട്ടതിനെ കണ്ടെത്താൻ ആ വിളക്ക് അവളെ സഹായിച്ചുവെങ്കിൽ അരുമനാഥനായ എൻ്റെ കർത്താവ് നഷ്ടപ്പെട്ടതിനെ കണ്ടെത്താൻ, തിരഞ്ഞ് അതിനെ സ്വന്തമാക്കാൻ എനിക്ക് വഴി കാണിച്ചു തരുമെന്ന് തിരിച്ചറിയുക. അവസാനമായി പറയുന്നു, സൂക്ഷ്മതയോടെ അന്വേഷിക്കുക. 1 ദിനവൃത്താന്ത പുസ്തകം 28-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം. അവിടെ പറയുന്നത്, ദാവീദ് തൻ്റെ മകനായ ശലോമോനെ വിളിച്ചിട്ട് പറയുക. എന്താ അവനോട് പറഞ്ഞത്? നീ വേണ്ടവണ്ണം ദൈവത്തെ അന്വേഷിച്ചാൽ നീ അവനെ കണ്ടെത്തും. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരും. നീ അവനെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ എന്നേക്കുമായി അവൻ നിന്നെ ത്യജിച്ച് കളയുമെന്ന് ദാവീദ് തൻ്റെ മകനായ ശലോമോനോട് പറഞ്ഞു കൊടുക്കുക. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നു, കം നിയർ ടു ഗോഡ്, ദൈവത്തെങ്കിലേക്ക് അടുത്തു വരിക. ഗോഡ് വിൽ കം നിയറർ ടു യു, ദൈവം നിങ്ങളിലേക്ക് കൂടുതൽ അടുത്ത് വരും. ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തെങ്കിലേക്ക് അടുത്ത് ചെല്ലുക, അവൻ കൂടുതൽ നിങ്ങളിലേക്ക് അടുത്ത് വരും. സക്കായി ഏറ്റവും വലിയ ഉദാഹരണം. ഒന്ന് കാണാൻ ആഗ്രഹിച്ചു, ഒരു രാത്രി മുഴുവൻ അവനോടുകൂടെ പാർത്തു. നഷ്ടപ്പെട്ടത് എന്തുമായി കൊള്ളട്ടെ, മടക്കി തരുന്ന ദൈവം നമുക്കുണ്ട്. നഷ്ടപ്പെട്ടു എന്നാദ്യം തിരിച്ചറിയണം. നഷ്ടപ്പെട്ടത് എവിടെയാണെന്ന് തിരിച്ചറിയണം. നഷ്ടപ്പെട്ടത് ഇരുട്ടിലാണെന്ന് തിരിച്ചറിയണം. ആ ഇരുട്ട് എൻ്റെ കാഴ്ച മറയ്ക്കുന്നതാണെന്ന് തിരിച്ചറിയണം. ആ ഇരുട്ടിനെ മായ്ക്കാൻ, മാറ്റാൻ, ദൂരീകരിക്കാൻ വെളിച്ചമായ വിളക്കായ എൻ്റെ ക്രിസ്തു, സുവിശേഷമാകുന്ന ദീപം എനിക്ക് ആവശ്യമാണെന്ന് തിരിച്ചറിയുക. ആ പ്രകാശത്തിൽ മാലിന്യങ്ങളെ കഴുകി ശുദ്ധീകരിക്കുക. ദൈവത്തിന് മുമ്പായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഒരു ദിനത്തിൻ്റെ വലിയ കൃപയിലേക്ക് ഇന്ന് ഞങ്ങളെ ആനയിച്ചല്ലോ തമ്പുരാനെ. ലോക സൃഷ്ടാവും സൃഷ്ടികളെ ക്രമീകരിക്കുന്നവനും മറിയാമെന്ന വരണ്ട ഭൂമിയിൽ നിന്ന് മുളച്ചു വളർന്ന് തൻ്റെ മഹനീയമായ സൗരഭ്യത്താൽ ഭൂമിയെ മുഴുവൻ നിറയ്ക്കുകയും തൻ്റെ വിശിഷ്ട ഉപദേശ മുഖാന്തരം സൃഷ്ടിയുടെ എല്ലാ ഭാഗത്തു നിന്നും തിന്മയുടെ ദുർഗന്ധത്തെ അകറ്റുകയും ചെയ്ത അനുഗ്രഹീത സസ്യമായ കർത്താവേ, ഇന്ന് രാത്രികാലം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി വരണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ചിലത് ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ. അത് എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് വ്യക്തമായി കാട്ടിത്തരണമേ. വീണ്ടെടുക്കാൻ അവിടെ ഞങ്ങളോടുകൂടെ ഇറങ്ങിത്തിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകമാകുന്ന ചേറ്റുകണ്ടത്തിൽ വിതയ്ക്കപ്പെട്ട് കാലത്തിൻ്റെ അനുകൂലമായ സാഹചര്യങ്ങളിൽ തഴച്ചു വളർന്ന് ഗെത്സമന തോട്ടത്തിൽ വെച്ച് കൊയ്തെടുത്ത് പീലാത്തോസിൻ്റെ അരമന മുതൽ ഗോകുൽത്താമല വരെ ചവിട്ടി മെതിക്കപ്പെട്ട് ദൈവസ്നേഹമാകുന്ന മരക്കുരിശിൽ വെന്തിരിഞ്ഞ് നമുക്കെല്ലാവർക്കും നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗീയ മഹത്വം മനുഷ്യരിലൂടെ സകല മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തി തന്ന സ്വർഗത്തിലെ ദൈവമേ, രാത്രികാലം ആന്തരികമായ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കണം. ആന്തരികമായ ഉൾനയനങ്ങളെ തുറക്കണം. നിന്നെ ഒന്ന് കാണാൻ, നിന്റെ കൃപയിലേക്ക് കടന്നു വരാൻ, നിന്നെ മഹത്വപ്പെടുത്താൻ. കർത്താവെ, അങ്ങുമായിട്ടുള്ള ബന്ധത്തിൽ പാപത്തെ ഉപേക്ഷിച്ച് പൈശാചികത വെറുത്ത് നീയുമായിട്ടുള്ള ആത്മബന്ധം സ്ഥാപിപ്പാൻ, രണ്ടാമത് മടങ്ങി വരുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട മഹത്വപ്രത്യക്ഷതയെങ്കിൽ നിന്നോട് ചേർന്ന് ആരാധിപ്പാൻ, ഗംഭീര ഗാഹളധ്വനി മുഴങ്ങുമ്പോൾ കർത്താവ് നിന്നോടുകൂടി എടുക്കപ്പെടാൻ ഞങ്ങൾക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സുവിശേഷ ഘോഷണത്തെ തിരുമുമ്പായി സമർപ്പിക്കുന്നു. സുവിശേഷ കൂടാരത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുന്നു. പരിശുദ്ധ തൃത്വത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും സകലപരിശുദ്ധന്മാരെയും ശുദ്ധിമതിയുടെയും ഞങ്ങളുടെ കാവൽപിതാക്കന്മാരെയും പ്രാർത്ഥനയാൽ തന്നെ ആമേൻ. ഭവനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇത്രയും സമയം നമുക്ക് ഒരുമിച്ചിരുന്ന് ചെറിയ ചെറിയ ചിന്തകൾ പങ്കിടുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം തന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇതിനവസരം തന്ന പുണ്യപ്പെട്ട പിതാക്കന്മാരോടും ഇതിൻ്റെ എല്ലാ ചുമതലക്കാരോടുമുള്ള സ്നേഹാദരവുകൾ ഒരിക്കൽ കൂടെ സമർപ്പിച്ച് നന്ദി പ്രകാശിപ്പിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമെന്ന അപേക്ഷ മാത്രം മുന്നിൽ വെച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അദൃശ്യമായ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇപ്പോൾ ഗായക സംഘം